Hi everyone, good afternoon. I am Sajila Shamir, വിംബിൾ അക്കാദമിയിലെ റെമഡിയൽ കോർഡിനേറ്റർ ആണ്. കുട്ടികളുടെ വളർച്ചയിൽ അവർക്കുണ്ടാവുന്ന മാനസികമായ ചേഞ്ചുകൾ അറിയാനും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകി പഠനവൈകല്യം പോലുള്ള മറ്റു ഡിസബിലിറ്റികൾ കണ്ടെത്തി ഏർലി സ്റ്റേജിൽ തന്നെ റെമഡിയേഷൻ തെറാപ്യൂട്ടിക് ടെക്നിക്കുകൾ ഉപയോഗിച്ച് അവരെ പാകപ്പെടുത്തി കൊണ്ടുപോരാനും നമുക്ക് സാധിക്കും. അത്തരം കോഴ്സുകൾ വിംബിൾ അക്കാദമിയിൽ ഓൺലൈനായും ഓഫ്ലൈനായും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിംബിൾ അക്കാദമിയിൽ കോഴ്സ് പൂർത്തിയാക്കിയ റെമഡിയൽ ട്രെയിനേഴ്സ് പാരന്റ്സിനും സ്റ്റുഡൻസിനും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള വെബിനാർസുകളാണ് നടത്തിവരുന്നത്. ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബിൽഡിംഗ് ഈക്വൽ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതാണ്. ഇന്നത്തെ വെബിനാർ ലീഡ് ചെയ്യുന്നത് മിനി ഭാസ്കർ മാം ആണ്. മാമിനെ വെബിനാർ എടുക്കാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം. താങ്ക് യു. വിംബിൾ അക്കാഡമി പണ്ടും എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ വളർച്ചയെ സഹായിക്കുന്നതിന് ഏറ്റവും വലിയ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളെയും ഒരേപോലെ ഒരേ സ്കൂളിൽ അല്ലെങ്കിൽ തുല്യതയുള്ള സ്കൂളിൽ പഠിപ്പിച്ച് അവരുടെ പേഴ്സണാലിറ്റി ഏറ്റവും വലുതാക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്യമത്തിലേക്കാണ് ഫുൾ സമൂഹം, എല്ലാ സമൂഹവും അതിനോടൊപ്പം കുട്ടികളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ടീച്ചേഴ്സും സമൂഹത്തിൽ നന്മയുടെ പാത വിരിക്കുന്ന സൈക്കോളജിയുടെ പാർട്ടും എല്ലാം അത് തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് പർട്ടിക്കുലർലി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തുല്യത, എല്ലാ കുട്ടികളെയും ഒരേപോലെ കാണുക എന്നുള്ള ഒരു സംഭവവും അതിനോടുകൂടി തന്നെ സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറയുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് സാധാ സ്കൂളുകളിൽ മറ്റുള്ളവരെ പോലെ ഉൾച്ചേർന്ന് വിദ്യാഭ്യാസം കഴിക്കുവാനുള്ള അവകാശവും അത് എവിടെ പറയുന്നു, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. നമ്മൾ എപ്പോഴും മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണെന്ന് അരിസ്റ്റോട്ടലിന്റെ കാലം തൊട്ട് നമ്മൾ പറഞ്ഞു പഠിക്കുന്നതാണ്. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് ഹീ ഈസ് എവരിവെയർ ഇൻ ചെയിൻസ് എന്നും അതേപോലെ തന്നെ ഹീ ഈസ് എൻ സോഷ്യൽ ആനിമൽ എന്നും ഒക്കെ പറഞ്ഞു പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ട് ചില ഡിസ്ക്രിമിനേഷൻസ്. ഈ ഡിസ്ക്രിമിനേഷൻസിനെ ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് നിയമം. നിയമത്തിൻ്റെ ഏറ്റവും പ്രിസ്റ്റൈൻ പ്രിൻസിപ്പിൾസ് എല്ലാം അടങ്ങി നമ്മുടെ ഇന്ത്യ എങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14 എല്ലാവരും ഒരേപോലെയാണ്, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഈ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് വ്യക്തമാണ്, നമ്മളുടെ ജീവിത ചുറ്റുപാടും നമ്മളുടെ സോഷ്യോ പൊളിറ്റിക്കൽ ഇക്കണോമിക്കൽ ചുറ്റുപാടും മറ്റുള്ള ഒരാളുടെ സോഷ്യോ പൊളിറ്റിക്കൽ ഇക്കണോമിക്കൽ ചുറ്റുപാടും എല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. രണ്ട് രീതിക്കായിരിക്കും. ഇപ്പം നമ്മൾ 10 പേര് കൂടുമ്പം 10 പേരും 10 സംസ്കാരത്തിൽ നിന്നും 10 തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഇക്കണോമിക്സ് ആയാലും പൊളിറ്റിക്സ് ആയാലും കൾച്ചർ ആയാലും എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് എത്ര അവസ്ഥയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇന്ത്യൻ മഹാരാജ്യത്ത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ വരുന്ന ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ തന്നെയാണ് ഈ തുല്യത കുട്ടികൾക്ക് എവിടെയാണ് കൊടുക്കേണ്ടത്. പണ്ട് രാജാക്കന്മാരുടെ കാലം തൊട്ട് നമ്മൾ അറിയുന്ന ഒരു സംഭവമാണ്, പണ്ട് സവർണർക്ക് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, പിന്നെ അക്ഷരാഭ്യാസം താഴ്ന്ന ജാതിക്കാർക്ക് പറ്റൂല എന്നൊക്കെ ഉണ്ടായിരുന്നതെല്ലാം പടപൊരുതുന്ന പല പുരുഷന്മാരും പല സമരങ്ങളിൽ കൂടി നമ്മളത് നേടിയെടുത്തു. ജാതിയോ മതമോ ബാക്കിയോ ഒന്നും തന്നെ വിദ്യാഭ്യാസത്തിന് ഒരു ബരിയറാകാൻ പാടില്ല എന്നുള്ള പ്രിൻസിപ്പിളിൽ നിന്ന് എടുത്തു വച്ച ഒരു സമൂഹം തന്നെയാണ് നമ്മളുടേത്, പ്രത്യേകിച്ചും കേരളത്തില്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 14 പറയുന്നത് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഒക്കെ താഴ്ന്നു കിടക്കുന്ന ഒരു ജനസമൂഹം ഉണ്ട് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരെയും കൂടെ മുൻനിരയിൽ
കൊണ്ടുവരിക എന്നുള്ളത് അന്നത്തെ ഭരണഘടന കർത്താക്കൾ, ഭരണഘടന ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഉള്ള ഒരു സ്വപ്നമായിരുന്നു. അവര് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് മാറ്റി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലോട്ടൊക്കെ കൊണ്ടുവന്നെങ്കിലും പിന്നെയും അതെപ്പോഴും ഫണ്ടമെന്റൽ റൈറ്റിലോട്ട് തുല്യത എന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ 14-ലും, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, എല്ലാവർക്കും അന്തസ്സോടുകൂടി ജീവിക്കുവാനുള്ള ഒരു അവകാശമുണ്ട് എന്ന് ഭരണഘടന നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഈ ഭരണഘടന ഇങ്ങനെ പല പല പ്രൊവിഷൻസും കൊണ്ട് പ്രിസ്റ്റൈൻ ആക്കി വെക്കുമ്പോഴും നമ്മളുടെ വയ്യാത്ത കുട്ടികൾ, നമ്മളുടെ സമൂഹത്തിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക്, ചിലവർക്ക് വിദ്യാഭ്യാസം എന്തെന്ന് അറിയാൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടി തന്നെയാണ് എന്താണ് വീട്ടിലെ പണപരമായിട്ടുള്ള സാഹചര്യം മോശമാവുന്നത്. സൊസൈറ്റിയിൽ ബിട്രേ ചെയ്തിട്ടുള്ള ഡൗൺ ത്രെഡൻഡ് ആയിട്ടുള്ള പേരൻസിന്റെ മക്കളായിട്ട് ജനിക്കുന്ന ഭിന്നശേഷി കുട്ടികൾ, ഇവർക്കാർക്കും വെളിച്ചം കാണാനൊരു റൈറ്റ് ഇല്ലേ, വെളിച്ചം കാണാനുള്ള ഒരു അവകാശം അവർക്കും ഇല്ലേ എന്നുള്ളത് വളരെ കാര്യമായിട്ട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉറച്ചു ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് 1995 ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് വന്നു. ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് എന്ന് പറയുന്ന ഒരു ആക്ട് വന്നു. ആ ആക്ടിൽ കുറച്ചൊക്കെ പരിഷ്കരണമൊക്കെ വരുത്തി, എങ്കിൽ കൂടിയും അതൊരു ഫുൾ ക്രോർ നിയമം അല്ല എന്ന് തോന്നിയുകൊണ്ട് 2016 അതെടുത്ത് മാറ്റിയിട്ട് റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് കൊണ്ടുവന്നു 2016. അതിനകത്ത് ഷാർപ്പായിട്ടും അതിനകത്ത് ഉൾക്കൊള്ളുന്ന എല്ലാ പ്രൊവിഷൻസും നിങ്ങളുടെ മാനസികമോ ശാരീരികമോ ഇന്റലക്ച്വലായിട്ടോ ഒക്കെയുള്ള ഒരു ഡിസബിലിറ്റിയും ആരും കണക്കിലെടുക്കേണ്ടതില്ല. അത് അവർക്ക് സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ ഉൾച്ചേർന്ന് നടക്കാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റും മറ്റ് ലോക്കൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ ചുമതല എന്ന് എഴുതി വെച്ചുണ്ടാക്കി ഒരു പാർലമെന്റ് നിയമം കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിനകത്ത് അവർ 21 രോഗങ്ങളാണ് അതിനകത്ത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ ആ ഒരു ഡിസബിലിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. നമുക്കറിയാം എത്രത്തോളം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുപോയാൽ വരുന്ന ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, അതൊക്കെ സ്റ്റേറ്റിന്റെ ചുമതലയാണ്. പേരൻസിന്റെ ബാധ്യതയാണ്. പേരൻസിനെ നോക്കാൻ പറ്റാത്ത ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള സിറ്റുവേഷൻസോ ബാക്കിയോ ഒക്കെ ആണെങ്കിൽ അത് ഗവൺമെന്റ് ഒരു കൈ സഹായം തന്ന് നിങ്ങളെ സഹായിച്ച് ആ കുട്ടികളെ ബാക്കിയുള്ള കുട്ടികളോട് കൂടി ചേർന്ന് ഇരുന്ന് പഠിച്ച് അവർക്ക് എവിടം വരെ ആർട്ടിക്കിൾ 21 ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് നമ്മുടെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ഡോക്യുമെന്റ് ആണ്, ബേസ് അവകാശമാണ്. ഏത് നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മളുടെ വ്യക്തിത്വം ഏറ്റവും ഉയർന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഓരോ പൗരന്റെയും അവകാശമാണ് ആർട്ടിക്കിൾ 21 അനുച്ഛേദം 21 പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, അതിന്റെ വ്യക്തത കൂടുതൽ വരുത്തുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് എടുത്തു പറയുന്ന ഒത്തിരിയും കാര്യങ്ങളുണ്ട്. ഒരു ഭിന്നശേഷി ഉള്ള ആളിനെതിരെ ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഒരു ഓർഡിനറി വ്യക്തിയെ എങ്ങനെ, ഒരു സാധാരണക്കാരനായ മനുഷ്യനെ എല്ലാവരും എങ്ങനെ കാണുന്നോ അതേ കണ്ണിൽ കൂടി തന്നെ വേണം ഭിന്നശേഷിയുള്ള ഒരാളെയും ട്രീറ്റ് ചെയ്യാൻ. അവരെ ഡൗൺ ത്രെഡൻ ആയിട്ടോ അവർക്ക് മറ്റൊരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അവര് പിന്നോക്കക്കാരാണെന്നോ അവർക്ക് മറ്റുള്ളവരുടെ കണക്കുള്ള അവകാശങ്ങളില്ലെന്നോ ബാക്കിയെന്നോ എന്നും പറഞ്ഞ് എങ്ങും മാറ്റി നിർത്താൻ പാടില്ല എന്ന് തന്നെയാണ് ഇത് ആക്ട് അഫേം ചെയ്തു വരുന്നത്. ഈ നിയമം ഉണ്ടാക്കിയതിന് ശേഷം വന്നിട്ടുള്ള ഒത്തിരിയും കാര്യങ്ങളിനകത്ത് അത് വളരെ കാര്യമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ
ഓരോ സ്കൂളിലും ഭിന്നശേഷി കുട്ടികൾ ഇത്ര പെർസെൻറ്റേജ് ആൾക്കാരെ പ്രൈവറ്റ് സ്കൂൾ ആണെങ്കിൽ പോലും എടുക്കണം എന്ന് നിയമമുണ്ട്. അപ്പം നമ്മളുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിയർ റിലേറ്റീവ്സിനോ കൊണ്ടുപോകാൻ പറ്റത്തില്ല എങ്കിൽ കൂടിയും സ്കൂളുകാർ സ്വന്തം നിലയിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ സഹായത്തോടു കൂടി വണ്ടികളോ അല്ലെങ്കിൽ മറ്റ് ബുക്സോ ബാക്കിയോ 18 ഒക്കെ കൊടുത്ത് ഈ കുട്ടികളെ സ്കൂളിലേക്ക് ആനയിച്ച് കൊണ്ടുവന്നിരുത്തി അവർക്ക് വേണ്ടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് കൊടുത്ത് പഠിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഈ നിയമം പറയുന്നത്. ഈ നിയമം എന്തുകൊണ്ട് ഇതൊരു സോഷ്യൽ വെൽഫെയർ സ്റ്റാറ്റ്യൂട്ടാണ്, സാമൂഹ്യമായിട്ട് സാമൂഹ്യ ക്ഷേമത്തിന് ഉന്നമനം കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമമാണ് ഇത് എന്ന് പറയാനുള്ള കാരണം സമൂഹത്തിൽ താഴ്ന്നു കിടക്കുന്ന ഭിന്നശേഷിക്കാരായ ആളുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് പാർലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമാണ് ഇത്. ഫ്രം ദ വെരി ബിഗിനിങ് സ്കൂളിൽ ചേർക്കാൻ പ്രായമായാൽ തൊട്ട് 18 വയസ്സ് വരെ, സാധാരണ കുട്ടികൾക്കെല്ലാം 16 വയസ്സ് വരെയുള്ള ഫ്രീ എഡ്യൂക്കേഷനാണ്. പക്ഷെ ഈ ആക്ടിനകത്ത് 18 വയസ്സ് വരെയും ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം? പല പല രീതിക്കും സ്കൂളിലായാലും സമൂഹത്തിലായാലും എല്ലാം എടുത്തു വരുന്ന ഒരു ഡിഫൻസ്, ഒരു ആർഗ്യുമെന്റ് ആണ്, ഒരു വാദമുഖം എന്ന് പറയുന്നത്. ഇവർ ഞങ്ങളെ പോലെ നടക്കാൻ വയ്യ, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഗ്രഹിക്കാൻ വയ്യ, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത ആൾക്കാർ സമൂഹത്തിലോട്ട് ഇറങ്ങിയാൽ ബാക്കിയുള്ളവർക്കും പാടല്ലേ? എന്താണ് പാട് എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യം. കാരണം അവർക്ക് കണ്ണ് ഉണ്ടില്ലെങ്കിൽ എന്താ, ഫീല് ചെയ്ത് ലോകം എന്താണെന്ന് അനുഭവിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ജനമാണ് പിന്നെ ബ്ലൈൻഡ്സ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ച ഒരു പയ്യനെ തന്നെയാണ് പറയുന്നത്. കാരണം ഞാൻ ട്രിവാൻഡ്രം ലോ കോളേജിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ കോളേജ് അവിടെയാണ്. അപ്പം ഞങ്ങൾ വരുമ്പോൾ സെൽവരാജ് എന്ന് പറയുന്ന ഒരു പയ്യൻ എന്നും ക്ലാസ്സിൽ വന്ന് റാഗിങ്ങിന്റെ സമയത്ത് വരും. പക്ഷെ ഇവനെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. കാരണം ഇവന്റെ ഡിഫൻസോ ബാക്കിയോ ഒന്നും ഒരു കാര്യവും ആക്കാതെ ഇയാൾ വന്ന് ഞങ്ങളെ റാഗ് ചെയ്യുന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ തന്നെയായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ സീനിയർ ആയിരുന്നു സെൽവരാജ് കോഴ്സ് എല്ലാം കഴിഞ്ഞു പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം 7-8 വർഷ ഗ്യാപ്പിന് ശേഷം സെക്രട്ടേറിയറ്റിൽ നിയമവകുപ്പിൽ ലീഗൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടി. ഞങ്ങൾ ഫസ്റ്റ് ട്രെയിനിങ് IMG ചെല്ലുമ്പം കാണാം, ഞാനും എൻ്റെ ക്ലോസ് ഫ്രണ്ടിനും കിട്ടി. ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന് പോയി IMGയിൽ പോയപ്പം കാണാം സെൽവനെ കണ്ടോണ്ട് ഞങ്ങൾ ഉടനെ ഓടി അടുത്ത് ചെന്നിട്ട്, സെൽവ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറയുമ്പോൾ 7-8 വർഷം വെറും സീനിയർ ഫ്രണ്ടാണ്. എപ്പോഴും ഇരുന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കേട്ട മൊമെന്റ് അവൻ പറഞ്ഞു അമൃതയും മിനിയും അല്ലേ എന്ന്. അതാണ് പിന്നെ കണ്ണ് കാണാൻ വയ്യാത്തവരുടെ എബിലിറ്റി. അതേസമയം നമ്മളിപ്പോ എവിടെയോ വെച്ച് കണ്ടു, കണ്ണും കാതും ചെവിയും എല്ലാം നേരെ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത് എന്താ, അയ്യോ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, എവിടെയാണെന്ന് അറിയില്ല അല്ലേ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഈ 9 വർഷത്തെയൊക്കെ ഗ്യാപ്പിൽ നിന്ന് വരുമ്പം അവന് ആ സൗണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോഴേ പറയുകയാണ്, മിനി അമൃത എന്തേ നിങ്ങൾ ഇവിടെ, നിങ്ങൾക്ക് ജോലി കിട്ടിയോ, എവിടെ കിട്ടി എന്നാണ് അയാൾ ചോദിച്ചത്. അതേപോലെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമമെല്ലാം നമ്മളുടെ കൂടെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളെ ഗവൺമെന്റ് സ്കൂളിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന മാനേജ് ചെയ്യുന്ന സ്കൂളുകളിലായാലും കുട്ടികൾക്ക് റിസർവേഷൻ കൊടുത്തായാലും അല്ലേലും സൂപ്പർ ന്യൂമററി പിന്നെ തസ്തിക ഉണ്ടാക്കിയായാലും അല്ലേലും അവർക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കണം വിത്തൗട്ട് എനി കോസ്റ്റ്. പിന്നെ ടീച്ചേഴ്സ് ആയാലും സഹപാഠികളായാലും അവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരായാലും ഈ കുട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പരിപാടി ചെയ്യാൻ പാടില്ല. ലെറ്റ് ദം സ്റ്റഡി, അവര് പഠിക്കട്ടെ, അവർക്ക് ഏത് ഹെൽപ്പും ഞങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ആണ്, എന്ന് പറയുന്ന ഒരു നിയമ സംഹിതയാണ് റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016.
ഇത് വന്നിട്ട് ഇപ്പം ഏകദേശം 9 വർഷം ആവാൻ പോകുന്നു. അതിന്റെ ശരിയായ ഫുൾ ഇതോടുകൂടി അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ എങ്കിൽ അതിനകത്തെല്ലാം പറയുന്നുണ്ട്, ഒരു സാധാ സ്കൂളാണെങ്കിൽ ഇങ്ങനെ കാല് വയ്യാത്തയോ കൈ വയ്യാത്തയോ കുട്ടികൾ, കാല് വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഓഫ് ക്ലാസ്സിലായാലോ സ്കൂളിലായാലോ സ്കൂളിന്റെ എൻട്രൻസിലായാലോ ആ റോഡിലായാലോ ഒക്കെ ചെയ്തു കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് ഈ റിസർവേഷനിൽ വരുന്ന കുട്ടികളുടെ എണ്ണം ഞാൻ പറഞ്ഞല്ലോ, 21 തരത്തിലുള്ള ഡിസബിലിറ്റിയാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് 1 പേഴ്സൺസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് രണ്ടാമത്തെ അവസ്ഥയായിട്ട് അവർ കാണിച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ നീഡ്സ് വരുന്ന കുട്ടികളും പിന്നെ ഓട്ടിസം സിൻഡ്രോം കാണിക്കുന്ന കുട്ടികൾക്കും ഒക്കെ റിസർവേഷൻ വേണമെന്നും അവരെ പഠിപ്പിക്കാൻ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൽ കൂടി പഠിപ്പിച്ചെടുക്കണം. എന്താണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ സാധാരണ കുട്ടികളുമായിട്ട് ഇഴുകി ഇടപെട്ട് പഠിക്കാനുള്ള ഒരു അവസരം. അത് എടുത്തു കൊടുക്കുന്നതിന്റെ ഉൾക്കാഴ്ച എന്താണ് അതിന്റെ ഇന്റൻഷൻ, എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാല് നമുക്കറിയാലോ. ഒരു സാധാ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളൊരു മീറ്റിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോകുന്നു, ഒരു നല്ല സാരി കാണുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് ക്യാരി ചെയ്യുന്ന ഒരാളിനെ കാണുമ്പോൾ നമ്മൾ ആഹാ കൊള്ളാം, ഇദ്ദേഹം നന്നായിട്ട് ക്യാരി ചെയ്തിരിക്കുന്നു, ഡ്രസ്സിങ് എല്ലാം തേച്ച് മിനുക്കി ഇരിക്കുന്ന പിന്നെ ഡ്രസ്സാണ്, നന്നായി ഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമ്മളുടെ മനസ്സിൽ കൂടെ പോകും. പക്ഷെ ഈ വീട്ടിൽ മാത്രം ഇരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മനസ്സിൽ കൂടെ അങ്ങനെ പോകുമോ? അവന്റെ ഡിസബിലിറ്റിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അവൻ മൂക്കളെ ഒലിപ്പിച്ച് കഴിക്കുന്നതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ നടക്കുന്ന ഒരു അവസ്ഥയിൽ എല്ലായ്പ്പോഴും ഫാമിലി മെമ്പേഴ്സിന് തന്നെ ഇവനെ ക്യാരി ഓൺ ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അത് തന്നെയാണ് അതിന്റെ റീസൺ. സമൂഹത്തില് മറ്റുള്ള കുട്ടികൾ എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തിലെ ആൾക്കാർ എങ്ങനെയാണ് ഇറങ്ങി നടക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് അവന് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അവന് എഴുതി തുടങ്ങുമ്പോൾ അവന് ഇടത് കൈ അല്ലെങ്കിൽ വയ്യാത്ത ഒരു മെന്റാലിറ്റിയോടുകൂടി അവന് എയോ ബിയോ ഇയോ ഒക്കെ എഴുതുമ്പം തെറ്റുമെങ്കിൽ ദ ടീച്ചർ വിൽ കറക്റ്റ് ഇറ്റ്. ടീച്ചർ അത് വളരെ കാര്യമായിട്ട് നോക്കിയിട്ട് കൈ പിടിച്ച് അവനെ എഴുതിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരവസ്ഥ. ഞാൻ പലപ്പോഴും എൻ്റെ മറ്റൊരു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഞാനും ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആളാണ്. ഞാൻ സെറിബ്രൽ പൾസി വന്നതാണ്, എൻ്റെ വലത് സൈഡിനൊരു വീക്ക്നെസ് ഉള്ള ആളാണ്. ഞാൻ എഴുതുന്ന ഇടത് കൈ കൊണ്ടാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ ഞാൻ ആദ്യം ചെന്ന് കയറി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തന്നെ റിലേറ്റീവ് ഒരു കുട്ടി മുടന്ത് വല്യമ്മ എന്ന് വിളിക്കുമ്പം തങ്കമണി ടീച്ചർ എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് ഒരു 2 ഡ്രോപ്പ് ഓഫ് കണ്ണുനീര് ഞാൻ ഈ പരാതി ടീച്ചറിനോട് പറയുമ്പം വരുന്നു. എന്നിട്ട് അവരെന്നെ ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട്, അതിന് മോളും മുടന്തി വല്യമ്മ അല്ലല്ലോ എന്ന്. ആ ഒരു വേർഡാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലും ഞാൻ ഇത്രയും അഫോർമേറ്റീവായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ സമൂഹത്തിനടുത്തും നിങ്ങളുടെ വീട്ടിനടുത്തും എവിടെയെങ്കിലും ഒരു ഭിന്നശേഷി കുട്ടി ഉണ്ടെങ്കിൽ അതിനെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുവാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കൂ എന്നും പറഞ്ഞ് ഈ നിയമവും പൊക്കി കാണിച്ച് ഇതിന്റെ ക്രിസ്ത്യനിറ്റിയുമായിട്ട് ഞാനിവിടെ നിൽക്കാനുള്ള കാരണവും അത് തന്നെയാണ്. കാരണം ആ ടീച്ചർ തന്ന ആ സ്നേഹം, ആ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൽ വന്നപ്പോൾ മറ്റു സ്റ്റുഡൻസ് മിണ്ടാതിരുന്ന, മറ്റു സഹപാഠികൾ മിണ്ടാതിരിക്കുമ്പോഴും ഞാനുമായിട്ട് അടുത്തിരിക്കുന്ന എൻ്റെ റിലേറ്റീവ് മുടന്തി വല്യമ്മ എന്ന് വിളിച്ചപ്പം ഒരു ടീച്ചറിന് വരുന്ന സങ്കടം, ആ ടീച്ചർ അങ്ങനെ പെരുമാറിയില്ല എന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഒരു ഭിന്നശേഷിക്കാരി ഇങ്ങനെ സംസാരിക്കാൻ കിട്ടത്തില്ലായിരുന്നു. ഞാനും വെറും ഓർഡിനറി മനുഷ്യയായിട്ട് അങ്ങ് പോയെന്ന്. അന്നത്തെ ഇങ്ങനെ ചില ചലഞ്ചസ് എന്നെ കൂടുതൽ ഉയർത്തുവാനായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എനിക്ക് കൊണ്ടു തന്നു എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അങ്ങനെ ഒന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം കൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കഥ, ഇപ്പോഴത്തെ എല്ലാം പണ്ടത്തെ ജോയിന്റ് ഫാമിലി സിസ്റ്റവും മറ്റു സംഗതികളും എല്ലാം മാറിയിട്ട് എന്താണ് ഇപ്പം വരുന്നത്? മൈക്രോ ഫാമിലിയാണ്. ഈ മൈക്രോ ഫാമിലിയിലെ അച്ഛനും അമ്മയും ഒരേപോലെ ജോലി ചെയ്താൽ മാത്രമേ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിലൊരാള്
ഡിഫറെൻ്റ്ലി ഏബിളായി പോയെങ്കിൽ ആ പേരൻസ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സഹോദരങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറ്റി ഇവരെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്ക് തന്നെ ക്ലീൻനെസ്സിലായാലും ഒരുക്കത്തിലായാലും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലായാലും ഹൗ ടു ബ്രഷ് അപ്പ്, how to put his own clothes, how to carry on his bags, how to pen his pencil or rubber, how to protect his belongings എന്നുള്ളതെല്ലാം സഹപാഠിയിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളാണ്. അത് നമുക്കായാലും ശരി, ഓർഡിനറി വ്യക്തികൾക്കായാലും ശരി, അല്ലാത്ത ഭിന്നശേഷിക്കാർക്കായാലും ശരി, ആർക്കായാലും തൊട്ടടുത്തൊരു ഞാനൊറ്റയാണ് എന്നുള്ള ഒരു അവസ്ഥയല്ല അതിനകത്ത് വേണ്ടുന്നത്. സോഷ്യൽ ആനിമൽ ആണെന്ന് പറയുമ്പോൾ അടുത്ത മനുഷ്യനെ കണ്ട് അവന്റെ നല്ല ഗുണങ്ങളെല്ലാം നമ്മളും കൂടെ ആകിരണം ചെയ്ത് അത് നമ്മളിൽ പ്രതിഫലിക്കണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ എല്ലായിടത്തും ഇംബൈബ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെയാണ് അത് തന്നെയാണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എടുക്കണം എന്ന് ഈ ആക്ട് പറയുന്നത്. അതിനകത്ത് ആക്സസ് ടു ബിൽഡിംഗ്, സ്കൂള്, പണ്ടത്തെ സ്കൂളിലെ പടിയാണോ ഇപ്പോഴത്തെ സ്കൂളിലെ പടി, ഒരു 10 വർഷം എടുത്ത് നിങ്ങൾ കേൾക്കുന്നത് ആരാന്ന് എനിക്കറിയില്ല, ആര് കേട്ടാലും ശരി അതിനകത്ത് ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കണം. പണ്ടത്തെ ഒരു വീടിന്റെ സ്റ്റെപ്സ് അല്ല ഇപ്പോഴത്തെ വീടിന്റെ സ്റ്റെപ്സ്. പണ്ടത്തെ ഒരു സ്കൂളിൽ പോകുമ്പോഴുണ്ടാകുന്ന 10,000 പടികളല്ല ഇപ്പോഴത്തെ സ്കൂളുകൾക്കുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതേപോലെ സോഷ്യൽ വെൽഫെയർ പീസ് ഓഫ് നിയമങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ്. ആ കുട്ടികളെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ, ഇപ്പം ഒത്തിരി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് നടന്നു വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് അവിടെ റാമ്പ് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ ഒരായ, ഇങ്ങനെയൊക്കെ പലതും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിട്ട് എന്ത് വേണം നിങ്ങൾ ഉയർന്നു വന്നാൽ മതി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയെ പടുത്തുയർത്താൻ ഒരു സ്റ്റേറ്റ് എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ പ്രസക്തി. നിങ്ങൾ പോകുന്ന ഭിന്നശേഷിക്കാരനായ ഒരാൾ പോകുന്ന ഒരു സ്ഥലം അവിടെ ഭിന്നശേഷി ഫ്രണ്ട്ലി അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് റെമഡി എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. അയാൾക്കുടനെ കമ്മീഷണർക്ക് അധികാരികളോട് പറയാം, ഇത് ഇങ്ങനെ ശരിയായില്ല സർ, എനിക്ക് ഇവിടെ കയറാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ട് ആരും വന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഇതിനി ശരിയാക്കി വെച്ചെങ്കിൽ മാത്രമേ ഞാൻ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അയാൾ ശരിയാക്കാനുള്ള പ്രൊവിഷൻസ് എടുക്കും. അല്ല നിങ്ങൾ അവിടെയും ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആരോട് പോകണം? സ്റ്റേറ്റ് കമ്മീഷണർ, ഭിന്നശേഷി കമ്മീഷണറുണ്ട്, സ്റ്റേറ്റ് കമ്മീഷണർ ഫോർ ദ ഡിസേബിൾഡ് പേഴ്സൺ എന്നുള്ള പോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാക്കാനായി തന്നെയാണ് ഈ നിയമം ഉദ്ഘോഷിക്കുന്നത്. അങ്ങനെ തന്നെ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. അപ്പം കേരളത്തിൽ തീർച്ചയായിട്ടും അതൊന്ന് വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്, അല്ല എന്ന് എനിക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ സ്കൂളുകളിലും റാമ്പും പിന്നെ ഗേറ്റ് അടച്ചിടുന്നതും, കാരണം ഇവരെങ്ങനെ ഇറങ്ങിപ്പോയാൽ മറ്റു സെക്യൂരിറ്റി പ്രോബ്ലംസും ബാക്കിയൊന്നും വരാതെയും ഓരോരുത്തരെ എന്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തെല്ലാം അവസ്ഥകളാണ് അവർ ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ളതാണ് നിയമത്തിൽ അതിനകത്ത് പറയുന്നത്. ഇത്ര പേഴ്സൻറ്റേജ് അഡ്മിഷൻ റിസർവേഷനാണ്, ഇത്ര പേഴ്സൻറ്റേജ് പരീക്ഷ എഴുതാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കൈക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് എഴുതി കൊടുത്താൽ ഉടനെ ഒരാളെ തരികയാണ് പരീക്ഷ എഴുതാനായിട്ട്. ഇതിൽ പരം എന്താണ് വേണ്ടത്? അതിലുപരിയായിട്ട് പഠിച്ച് നല്ല രീതിയിൽ പാസ്സായി ഇറങ്ങി വരികയാണെങ്കിൽ അവിടെയും പിന്നെയും വരുവാണ് ജോബ് റിസർവേഷൻ ഇൻ പ്രൊമോഷൻ എന്ന് വേണ്ട സകല രീതിയിൽ നിങ്ങളെ രണ്ട് കൈയും പിടിച്ചുയർത്തി ആനയിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന് നിങ്ങളെ വളരെ കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു നിയമം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് എപ്പോഴാണ് ഇതെല്ലാം നെഗറ്റീവായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ, വളരെ പണ്ട് തൊട്ടേ ഉള്ള നമ്മുടെ സമൂഹത്തിന്റെ ചില യാഥാസ്ഥിതിക ചിന്താഗതികളും ആ യാഥാസ്ഥിതിക ചിന്താഗതികളിൽ നിന്ന് ഇവരെ കണ്ടിട്ട് ഇറങ്ങിയാൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ ഇവര് സമൂഹത്തിനോടൊപ്പം നിന്നാൽ ശരിയാവത്തില്ല എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഞാനൊരു ഇതും കൂടെ പറഞ്ഞുതരാം. എന്തിനാണ് ഇപ്പൊ ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14 ഈ ഇക്വാളിറ്റിയും പറയുന്നുണ്ട്, നിങ്ങളുടെ റൈറ്റ് ടു ലൈഫ് എല്ലാം പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് സെപ്പറേറ്റ് പിന്നെയും അഫേം ചെയ്യുന്നത്? അതും തെറ്റല്ലേ?
അവിടെ എല്ലാം ഉണ്ടപ്പം പിന്നെ എന്തിനാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെറും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ സുപ്രീം ഡോക്യുമെന്റ്. എന്നിരുന്നാൽ കൂടിയും ഈ പർട്ടിക്കുലർ ആക്ടിൽ ഇത്രയും കാര്യങ്ങൾ എടുത്തു വെച്ച് ചേർക്കുമ്പം അതിനുവേണ്ടിയുള്ള പല പല അഫർമേഷനും കുറച്ചുകൂടെ പെട്ടെന്ന് ആക്സസ് ടു ജസ്റ്റിസ്, നീതിയുടെ അടുത്തോട്ട് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ രീതിക്കുള്ള ഒരു പീസ് ഓഫ് ലെജിസ്ലേഷനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള അവകാശം, അവരുടെ എൻവയറമെന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ അവൻ നടന്നു വരുന്ന വീട്ടിൽ നിന്ന് നടന്നു വരുന്ന, അല്ലെങ്കിൽ അവൻ വരുന്ന വഴിയിലെല്ലാം തന്നെ എപ്പോഴും നമ്മൾ ഓരോ പരാതി കാണാറുണ്ട്. ഭിന്നശേഷിയായ കുട്ടികൾ, അല്ലെങ്കിൽ വീൽ ചെയർ ഉപയോഗിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മാനസിക വൈകല്യം വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്ന സ്ഥലത്ത് വെള്ളത്തിന്റെ വരമ്പും ബാക്കിയും ഒക്കെയാണ്. ആ റോഡ് നേരെയുള്ള റോഡ് അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല, അവർക്ക് നേരെ സ്കൂളിൽ സമയത്തിന് എത്താൻ പറ്റത്തില്ല, ആ കുട്ടികളുടെ പേരൻസ് കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഉടൻ തന്നെ ആ റോഡ് നേരെയാക്കാനുള്ള പ്രൊവിഷൻ റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ടിനകത്തുണ്ട്. അതങ്ങനെ തന്നെ ചെയ്തെടുക്കണം. കാരണം അവര് സമൂഹത്തിൽ മറ്റുള്ളവരുടെ കൂടെ തന്നെ നടന്നു പോകാനും പഠിക്കുവാനും ഉയർന്നു വരുവാനും ഒക്കെ ഉള്ള ഒരു റൈറ്റ് ആയതുകൊണ്ടാണ്. ഇനി ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നു, പേരൻസ് വളരെ പാവപ്പെട്ടവരാണ്. എന്താണ് അതിനകത്ത് വരുന്ന മറ്റൊരവസ്ഥ? എന്താണ്? എഡ്യൂക്കേഷൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും കൺസെഷണൽ റേറ്റിൽ സ്കോളർഷിപ്പ് ഉണ്ട്. എല്ലാ കുട്ടികൾക്കും എന്ന് വെച്ചാൽ ഓർഡിനറി കുട്ടികളല്ല, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഓരോ അധ്യയന വർഷത്തിലും ഇത്ര രൂപ അവർക്ക് ഗ്രാന്റ് കൊടുക്കണം എന്നുണ്ട്. അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ വീട്ടിലായാലും സ്കൂളിലായാലും റോഡിലായാലും സമൂഹത്തിലായാലും എല്ലാം ഒപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഗ്രാന്റ്, ഒരു ചെറിയ തുക എന്ന് വെച്ചാൽ ഇതുകൊണ്ടുള്ളൊരു തുകയെന്നല്ല ഞാൻ പറയുന്നത്, ചെറുതാണ് എന്നുള്ള അവസ്ഥയിലല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം കിട്ടുമ്പോൾ ആ കുട്ടി എത്രത്തോളം കണ്ടന്റഡ് ആണ്, അതിന്റെ പേരൻസ് എത്രത്തോളം കണ്ടന്റഡ് ആണ്. അറ്റ്ലീസ്റ്റ് ഞാൻ നടന്നു പോയി പഠിക്കുമ്പോൾ എനിക്ക് 2 മിഠായി മറ്റേവരിൽ നിന്ന് കൂടുതൽ വാങ്ങി കഴിക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴും പഠിത്തത്തിലേക്ക് എന്നെ വലിച്ചഴക്കാനുള്ള ഒരു ബൂസ്റ്റിംഗ് ആണത്. അതൊരു ഇൻസെന്റീവ് ആണ്. അങ്ങനെയും കിട്ടുന്നുണ്ട്. പിന്നെ പരീക്ഷാ സമയത്തുള്ള ഈ തരത്തിലുള്ള ഹെൽപ്പ്, ഒന്നെങ്കിൽ ഗൈഡ്, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം, അല്ലെങ്കിൽ ഗ്രേസ് മാർക്സ് ഇൻ എഡ്യൂക്കേഷൻ, എഗെയിൻ ഹയർ എഡ്യൂക്കേഷനിലുള്ള റിസർവേഷൻ, ഇങ്ങനെ പല പല സംഗതികളും അതിനകത്ത് വരുന്നു എന്നുള്ളതും ശരിയായ പ്രിസ്റ്റൈൻ പ്രിൻസിപ്പിൾസ് വിച്ച് ആർ ഇംബൈബ്ഡ് ഇൻ റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 ആണ്. അപ്പൊ ഇതിനനുസരിച്ച് ഇനി എൻ്റെ ഈ സ്പീച്ച് കേൾക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ വീടുകൾക്ക് അടുത്ത് എവിടെയെങ്കിലും ഭിന്നശേഷി കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്കൂളിലെ HMനെ അറിയിച്ചാൽ ദേ വിൽ ടേക്ക് അതർ ഹെൽപ്പ് ടു സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസ്ഥ. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു മാറാലയായിട്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഓട്ടിസം, നന്നായിട്ട് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഓട്ടിസം കുട്ടികളെ സാധാ കുട്ടികളുടെ കൂടെ കൊണ്ടുവന്നിട്ടാൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിനെ കുറിച്ച് സർക്കാർ അവെയറാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒഫീഷ്യൽസ് അവെയറാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി വേറൊരു പ്രിസ്റ്റൈൻ പ്രൊവിഷൻസ് റൂൾസിനകത്തും ബാക്കിയിലും എല്ലാം എടുത്തു വച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് അങ്ങനെ ക്ലാസ്സിൽ വന്ന് ഇരുന്ന് പഠിക്കാനുള്ള നിവൃത്തിയില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ആണ്. ആ ടെക്സ്റ്റ് ബുക്ക് വീട്ടിൽ കൊണ്ടുപോയി പ്രഥമാധ്യാപികയും ക്ലാസ് ടീച്ചറും കൂടെ കൊണ്ടുപോയി കൊടുക്കണം എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ ക്ലാസ്സിലോട്ട് കൊണ്ടുവരികയോ ടീച്ചേഴ്സും പ്രഥമാധ്യാപികയെ അല്ലെങ്കിൽ അധ്യാപകൻ ആ കുട്ടിയുടെ വീട് സന്ദർശിച്ചിട്ട് ഈ ബുക്കും മറ്റ് സാമഗ്രികളും എല്ലാം കൊടുത്തതിൽ നിന്ന് എത്രത്തോളം ഇവന്റെ പേഴ്സണാലിറ്റി, ഇവന്റെ ചിന്താശേഷി ഉയർന്നു എന്ന് അസസ് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭിന്നശേഷി കുട്ടി പോലും
വിദ്യാഭ്യാസം ഇല്ലാതായി പോകാതെ ഇരിക്കാൻ നിങ്ങൾ സമൂഹത്തിൽ യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു കൈ തന്ന് സഹായിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരെയും ലിഫ്റ്റ് ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ. ഈ ഇങ്ങനെയുള്ള ഇപ്പൊ ഓട്ടിസം സിൻഡ്രോം കാണിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ക്ലാസ്സിൽ ഇരുത്തിയാൽ ചിലപ്പോൾ അടിപറ്റിക്കും, സഹപാഠിയെ അടിപറ്റിക്കും. പിന്നെ അവരുടെ എക്സ്ക്രീഷൻസും മറ്റു സംഗതികളും ഒന്നും വോളണ്ടറി മൂവ്മെന്റ് ഒന്നും ഇൻവോളണ്ടറി ആണ്. അത് ചിലതൊക്കെ നമുക്ക് വോളണ്ടറി ആക്കി കുറച്ചു നേരം പിടിച്ചു നിർത്തി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ആ ഒരു കപ്പാസിറ്റിയോ ഡെവലപ്മെന്റോ ഒന്നും ഈ കുട്ടികളുടെ ബ്രെയിനിന് വന്ന് കാണത്തില്ല. ഓട്ടിസം കുട്ടികൾക്കോ അല്ലെങ്കിൽ മെന്റലി ഇല്ലായിട്ടുള്ളവർക്കോ ഒക്കെ അതിന്റെ ആ ഒരു പ്രൊവിഷൻ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അവരെ വീട്ടിൽ കൊണ്ടുപോയി ബുക്ക് കൊടുത്തിട്ട് ഇത്ര ദിവസത്തിൽ ഒരു ദിവസം ഒരു സപ്പോർട്ട് പേഴ്സണോട് കൂടി ക്ലാസ്സിൽ കൊണ്ടുവരൂ എന്നൊരു പ്രൊവിഷൻ വരെ വെച്ചിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് ആയാൽ എന്തെല്ലാം അവസ്ഥകൾ ചെയ്യണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇത് ഇത്രയും നമ്മളുടെ പാർലമെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് 2016 തന്നെ. ഇപ്പം 9 വർഷം കഴിയുന്നു. ഈ 9 വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രന്റെ അവസ്ഥയിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ്, റിസർവേഷൻസ്, ഇത് എക്സാമിനേഷൻ എഴുതാനുള്ള ഹെൽപ്പ്, സാധാ നോർമൽ കുട്ടികളുടെ അത്രയും പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് ഇവർക്ക് പാസ്സാവാനും വേണ്ട, ജോബ് റിസർവേഷൻസ് ഉണ്ട്. ഇങ്ങനെ പല സംഗതികളും കൊണ്ട് എത്രയോ പ്രിസ്റ്റൈൻ പ്രിൻസിപ്പിൾസ് ആണ് നമ്മളുടെ ഓരോ ആക്ടിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഇത് കണ്ട് അറിഞ്ഞു വേണം ഓരോ മനുഷ്യനും. ചിലപ്പം നമുക്ക് മനസ്സുകൊണ്ട് ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. പക്ഷേങ്കിൽ അത് നിങ്ങൾ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പം ഞാനും സമൂഹത്തിന്റെ പാർട്ടാണ്. ഞാനങ്ങനെ എൻ്റെ മനസ്സിൽ മാത്രം തോന്നുന്ന ഇവരോട് തോന്നുന്ന ഒരു വിരോധം അങ്ങനെ പൊതു ഇതിൽ വെച്ചിട്ടായാലും പ്രൈവറ്റ് ആയിട്ടായാലും കാണിക്കാൻ പാടില്ല. അവരും മനുഷ്യജീവിയാണ്. അവരുടെയും ശരീരത്തിനകത്തൊരു ആത്മാവുണ്ട്, അവർക്കും ഫീലിങ്സ് ഉണ്ട്. അവരും എപ്പോഴും നന്നായിട്ട് നോക്കപ്പെടാൻ അവകാശമുള്ള ആൾക്കാരാണ് എന്ന് കണ്ട് അറിഞ്ഞ് നിങ്ങൾക്ക് ഓരോ സംഭവങ്ങളും കൈ പിടിച്ചുയർത്തുവാൻ വേണ്ടി കൊണ്ടുതരുന്ന എത്രയോ നല്ല ഒരു പീസ് ഓഫ് ലെജിസ്ലേഷനാണിത്. എന്നിട്ടും കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചധികം പേര് ഇപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പം നട്ടലിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് പെട്ടെന്ന് സ്കൂൾ വരെ പോയി പഠിക്കാൻ പറ്റിയെന്നോ, അല്ലെങ്കിൽ ഈ വേദനകൾ സഹിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം ബാക്കി ഏതെല്ലാം രീതിക്കുള്ള സംരക്ഷണ രീതികൾ ഗവൺമെന്റ് ആയാലും വീട്ടുകാരായാലും ചെയ്തു കൊടുത്താലും അവർക്ക് ഈ വേദനയിൽ നിന്ന് പുറത്തു വന്ന് ഇത് ഇത്രയും ഉൾക്കൊള്ളാൻ പാടുണ്ട് എന്നുള്ളതും നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ്. H.G. വെൽസിന്റെ കഥകൾ വായിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. H.G. വെൽസ് പറയുന്നുണ്ടല്ലോ, ഞാനൊരു എഴുത്തുകാരനായത് കാലൊടിഞ്ഞ് എത്രയെങ്കിലും കാലം സ്കൂളിൽ പോകാതെ സഹപാഠികളെ കാണാതെ കളിക്കാതെ ഇരുന്ന ആ കുട്ടി ബാല്യകാലത്ത് എനിക്ക് കൂട്ടായി കിട്ടിയത് ആരെയാണ്? ബുക്കുകളെയാണ്. ആ വീഴ്ച, അവന്റെ കാലിന് വന്ന ഒരു ഫ്രാക്ചർ നമുക്കൊരു H.G. വെൽസിനെയാണ് തന്നത്. അതേപോലെ ഉള്ള ഓരോ അവസ്ഥകളിലും നമ്മൾ കൂടെ കൈപിടിച്ച് ചെന്ന് ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും സമൂഹത്തിലെ ഏത് നിരയിൽ നിൽക്കുന്നവരായാലും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു കൈ സഹായം കൊടുത്താൽ അവർ 10 പടി ഉയർന്നു വരും. അത് ഷുവറാണ്. അങ്ങനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളുടെ എല്ലാ ലെജിസ്ലേഷൻസും. അത് ഇന്ത്യൻ ഭരണഘടന ആയാലും 1995 ആക്ട് ആയാലും സ്കൂളിലെ ഓരോ സർക്കുലേഴ്സ് ആയാലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്ന സർക്കുലേഴ്സ് ആയാലും എല്ലാം ഇതിന് വ്യക്തമായ രേഖകൾ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. കഴിഞ്ഞ എൻട്രൻസിലോ മെഡിക്കൽ എൻട്രൻസ്, കഴിഞ്ഞ മെഡിക്കൽ എൻട്രൻസിലോ അതോ അതിൻ്റെ അങ്ങേ മെഡിക്കൽ എൻട്രൻസിലാണോ എന്ന് എനിക്കറിയത്തില്ല, കർണാടകത്തിലൊരു പയ്യൻ, ഹീസ് എ ഡാസ്,
ഡാർഫ് ആയതുകൊണ്ട് അവന് മെഡിക്കൽ എഡ്യൂക്കേഷൻ പറ്റില്ല എന്ന് കോടതിയല്ല, എൻട്രൻസ് കമ്മീഷണറേറ്റ് വിധി എഴുതിയിട്ട് അവൻ സുപ്രീം കോടതി അല്ലെങ്കിൽ അവരുടെ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ തന്നെ പോയി ഇത് മൂട്ടിൻ ചെയ്ത് അല്ല എനിക്കും റൈറ്റ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് മെഡിക്കൽ എഡ്യൂക്കേഷന് പിന്നെ അഡ്മിഷൻ കിട്ടി പഠിച്ച് ഇറങ്ങിയ കഥകൾ പലപ്പോഴും. ഇപ്പം തന്നെ ഈ അടുത്തിടയ്ക്ക് വരുന്ന നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരു ന്യൂസ് ഉണ്ട്, അതേതാണെന്നറിയാമോ? ഒരു ആർട്ടിഫിഷ്യൽ ഹാൻഡ് വെച്ച് പിടിപ്പിച്ച ഒരു കളക്ടർ എന്നൊക്കെ പറയുന്ന ചെറിയ ജോബല്ല, സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന ഒരു ജോബാണ്. ഒരു ദിവസം അവര് 56,000-ൽ കൂടുതൽ ഒപ്പിടേണ്ടവരാണ്. അവർക്ക് ബ്രസ്റ്റ് എന്നോ അല്ലെങ്കിൽ മറ്റു സംഗതികളെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഷീ വൺ ഇറ്റ്. അതിനു മുമ്പുള്ള 2-3 വർഷത്തിന് മുമ്പുള്ള IAS അക്കാഡമി IAS പരീക്ഷയിലെല്ലാം തന്നെ ബ്ലൈൻഡ്സ് പിന്നെ കോർ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർ ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അതെന്തിൻ്റെ റിയലൈസേഷനാണ്? ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് ഫുൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് ഉയർത്തി കാട്ടുന്നതാണ്. ഇഫ് യു ഹാവ് എ വിൽ ദെയർ ഇസ് എ വേ എന്ന് കാണിക്കുന്നതാണ് ഇവരെല്ലാം IAS കിട്ടി പോകുന്നതിൻ്റെ അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ അവരെ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സ് കൊടുത്ത സപ്പോർട്ട്, സമൂഹം കൊടുത്ത സപ്പോർട്ട്, വീട്ടിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്, വഴി കൂടെ പോകുന്നവർ കൊടുത്ത സപ്പോർട്ട് എല്ലാം ആണ് അവർ ഈ മുൻ ശ്രേണിയിൽ ഇരുന്ന് നമ്മളെ നയിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഒരു കൈ സഹായം എന്നുള്ളത് കൊടുത്തത് കൊണ്ടാണ് അവരെല്ലാം ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഓരോരുത്തരും തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ സ്കൂളിൽ പോകാതെയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവൻ അങ്ങനല്ലേ, അവനെ കൂടുതൽ കഷ്ടപ്പെടുത്തണ്ട എന്ന ഒരു ചിന്താഗതിയോടുകൂടി പേരൻസ് ആരെങ്കിലും സ്കൂളിൽ വിടാതിരിക്കുന്നെങ്കിലോ അത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ആശാ വർക്കറിനോട് പറഞ്ഞാൽ അവർ ഒരു സ്റ്റെപ്പ് എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ആരായാലും ഇതിനൊന്നും അമാന്തിക്കാതെ നടപടി എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തെല്ലാം വരേണ്ടത്. ഭിന്നശേഷി ആയിട്ടുള്ള ഏത് മനുഷ്യരായാലും സമൂഹത്തിൽ ഇറങ്ങി നടന്ന് അവൻ വീഴുന്നെങ്കിൽ വീണോട്ടെ, വീഴുന്നത് അവൻ സഹിച്ചു. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സംഭവമുണ്ട് ഈ അടുത്തിടയ്ക്ക് എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് MG റോഡിൽ കൂടെ ആദ്യം ശ്രീകൃഷ്ണ ജയന്തി ജാഥ പോകുമ്പോൾ ഒരു 10-12 പിള്ളേര് വീൽ ചെയറിലിരുന്നാണ് പോയത്. അവർക്കും കാണത്തില്ലേ അവരൊരു കൃഷ്ണനായിട്ട് അഭിനയിക്കണമെന്ന്? അവർക്കും കാണത്തില്ലേ രാധയായിട്ട് അഭിനയിക്കണമെന്ന്? അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊസഷന്റെ ഭാഗമാവാൻ അവരുടെ ഉള്ളു വെമ്പുകയായിരുന്നില്ലേ? ഇത്രയും നാൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇപ്പോഴത് അവർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണുന്ന വിരിയുന്ന പുഞ്ചിരി, ആത്മസാക്ഷാത്കാരത്തിന്റെ ചിരി, അത് കാണുമ്പോൾ തന്നെ സമൂഹത്തിന്റെ വയറ് നിറയുന്നില്ലേ? അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിഫക്റ്റും ഒരു ഭിന്നശേഷിയും ഒരു വികലാംഗയും അങ്ങനെയൊന്നും അല്ല, എന്നെ എപ്പോഴും സഹായിക്കാൻ ആളുണ്ട്, ഞാൻ കുറച്ചുകൂടി ഉയർന്നു വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നൊരു മനസ്സ്, ഒരു സന്ദേശം അതിന്റെ 1-ാം ക്ലാസ്സിലെ ടീച്ചർ തൊട്ട് ലാസ്റ്റ് വരെയുള്ള ടീച്ചേഴ്സിന്റെ കയ്യിലിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ടീച്ചറിനെ മാത്രം ഞാൻ പറയുന്നില്ല, ആ സ്കൂളിലെ മറ്റു ടീച്ചേഴ്സും മറ്റു സഹപാഠികളും മറ്റ് ഓരോ ആൾക്കാരും അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവന്റെ സ്കൂളിൽ എത്തുന്നത് വരെയും എത്തിപ്പെട്ടു കഴിഞ്ഞാലുള്ള സഹപാഠികളുടെ ഹെൽപ്പും അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നതിന്റെ ഹെൽപ്പും ഒക്കെ ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റൻസ് അവിടെയും ഞാൻ എടുത്തു പറയുകയാണ്. ഞാൻ LLBക്ക് എൻട്രൻസ് കിട്ടുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തോട്ട് ഹോസ്റ്റലിലോട്ട് പെടുമ്പോൾ അമ്മയും അച്ഛനും തമ്മിൽ ഉടക്കുകയാണ്. കാരണം വയ്യാത്ത കുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റത്തില്ലെന്ന അമ്മയും, ഞാനെല്ലാം അവളെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവളെ ഞാൻ ഹോസ്റ്റലിൽ വിടും എന്ന് പറയുന്ന ഒരു അച്ഛനും. അച്ഛൻ എന്ത് പറയുന്നു അതിനെ കേൾക്കാൻ തയ്യാറായിട്ട് നിന്ന ഞാനും. ശരിക്കും ലോ കോളേജിൽ വന്ന് കയറുമ്പോഴാണ് സാരി ഉടുക്കാൻ തുടങ്ങുന്നത്. സാരിക്ക് പിന്നെ ചെയ്യാൻ എന്നെ കൊണ്ട് ഒക്കില്ല, കാരണം വലത് കൈ എടുത്തു വെച്ച് പിൻ ചെയ്യാൻ പാടുള്ള ആളാണ്. ആ ദൗത്യം എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ് ആണ്. അവരൊരുങ്ങുന്നതിന് മുമ്പ് എൻ്റെ തലമുടിയും കെട്ടിത്തന്ന്, അന്ന് ഈ ക്ലിപ്പും മോഡേൺ ഉപകരണങ്ങളൊന്നും വന്നിട്ടുള്ള കാലമല്ല,
എൻ്റെ തലമുടിയും കെട്ടിത്തന്ന് എൻ്റെ സാരി ഉടുപ്പിച്ച് പിന്നപ്പ് ചെയ്ത് മാറ്റി നിർത്തിയതിന് ശേഷമാണ് എൻ്റെ ഓരോ സഹപാഠികളും അവരൊരുങ്ങാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരുടെയും ഹെൽപ്പ് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇതെല്ലാം ഇരുന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞു തരാൻ തയ്യാറായത്. ഇതെല്ലാം ആക്ടുകളിലെല്ലാം പറയുന്നുണ്ട്, എല്ലാ റൂൾസിനകത്തും പറയുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വളരെ പിന്നെ ഫിനാൻഷ്യലി ഉയർന്ന കുട്ടിയാണ്. എനിക്ക് ഈ മിനിയുടെ കൂടെ നടക്കാൻ പറ്റില്ല, ബിക്കോസ് അതിൻ്റെ കാല് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്നിരിക്കത്തില്ല. അപ്പം ഓരോ മനുഷ്യനിലും ഇംബൈബ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റെസ്പോൺസിബിലിറ്റി, നാച്ചുറൽ സ്വാഭാവികമായിട്ടുള്ള ചുമതലയുമാണ്. അതേപോലെ തന്നെ ഒരു ഭിന്നശേഷി കുട്ടിക്ക് കിട്ടുന്ന അവകാശവുമാണ്. അവകാശം പിടിച്ച് ചോദിച്ചു വാങ്ങേണ്ടതല്ല. ആ കുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത കൊണ്ട് ഏതെങ്കിലും വന്നൊന്ന് സഹായിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് മറ്റുള്ള ഈ കുട്ടികളും ഈ വയ്യാത്ത കുട്ടികളും പെരുമാറാനും അവർക്കൊരു ബാധ്യസ്ഥതയുണ്ട്. അല്ലാതെ എല്ലാം സ്റ്റേറ്റ് ചെയ്തു തരണം അല്ലെങ്കിൽ ബാക്കി എന്നുള്ള ഒരു അവസ്ഥയല്ല അവിടെ വേണ്ടുന്നത്. എല്ലാവരും സഹായിക്കും, പ്രൊവൈഡഡ് നിങ്ങളുടെ സമീപന രീതിയും എല്ലാം ആ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ആദ്യത്തെ ഫസ്റ്റ് ചുവടെന്ന് പറയുന്നത് അമ്മ തന്നെയാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തന്നെയാണ്. അതിനുശേഷമാണ് ഇത്രയും ഡെവലപ്മെന്റ്സിലോട്ട് ആക്ട് അല്ലെങ്കിൽ അത് ഈ 2016 റൂൾസ് നമുക്ക് ഇത്രയും പ്രിസ്റ്റൈൻ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വരുന്ന പല പല സംഗതികളും ആർക്കും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ പോയി അന്വേഷിച്ചാൽ തന്നെ കിട്ടും. ഇപ്പം യുണീക്ക് ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. അവർക്കൊക്കെ ഒരൊറ്റ ഐഡന്റിറ്റി കാർഡ് മാത്രം മതി. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി പോയപ്പോൾ എൻ്റെ യുണീക്ക് ഐഡന്റിറ്റി കാർഡുമായിട്ട് പോയപ്പം അവിടുത്തെ പിന്നെ എന്താണ് വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു, ഇതായ പറ്റത്തില്ല മാഡം, ഓരോ പ്രാവശ്യവും ഇഷ്യൂ ചെയ്യുന്ന സംഭവം വേണം. അപ്പം ഞാൻ ഉടനെ എൻ്റെ ഒരു റേഷൻ കാർഡ് പോലെ പണ്ട് തരുന്ന ഒരു സംഭവം എന്ന് പറയുന്ന റേഷൻ കാർഡ് പോലെ ഒരു നീല കാർഡാണ്. ഈ കാർഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് വെച്ചിട്ടുണ്ട്, ദിസ് ഈസ് എ പെർമനന്റ് ഡോക്യുമെന്റ്. ഞാൻ ഉടനെ അതെടുത്ത് കാണിച്ചു. അപ്പോൾ ഉടനെ അദ്ദേഹം എന്നെ കമന്റ് ചെയ്തിട്ട് ഉടൻ പറഞ്ഞ എന്താണെന്നറിയോ, മാം ഒരു കാര്യം ചെയ്യണം, ഇതൊക്കെ ഇങ്ങനെയാണെന്നൊന്നും ആരും സാധാ വരുന്നവർക്ക് പറഞ്ഞ് അറിയത്തില്ല, അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയാണെന്നൊരു ജിയോ ഇഷ്യൂ ചെയ്യാൻ സെക്രട്ടേറിയറ്റിൽ പോയി പറയണം. ശരിയാണ്, അത് വേണ്ടുന്നതാണ്. കാരണം ആ ഡോക്യുമെന്റിനകത്ത് അതുണ്ടെങ്കിലും ഈ എല്ലാവരും അത് ശ്രദ്ധിച്ചു എന്ന് ഇരിക്കത്തില്ല. വൺസ് പെർമനന്റ് ഡിസബിലിറ്റിക്ക് വൺസ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് മീൻസ് ഇഷ്യൂഡ് ഫോർ എവർ. മനസ്സിലായോ? അപ്പം പിന്നെ എവിടെ പോയാലും ഇതിന് മറ്റൊരു സംഭവം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസും സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും ഇങ്ങനൊരു പ്രത്യേക സംവിധാനം ഒരുക്കി വെച്ചിരിക്കുന്നത് ഓരോ പൗരനും ഈക്വലാണ് എന്നുള്ള പ്രിൻസിപ്പിൾ അഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന എല്ലാ പോസിറ്റീവ് വശങ്ങളും ഉൾക്കൊണ്ട് ഈ ആര് എവിടെ ഇങ്ങനെയുള്ള ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിന് മടിച്ച് വീട്ടിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടുത്ത ആശാ വർക്കറിനെ എങ്കിലും നിങ്ങളിത് അറിയിച്ച് കൊണ്ടുപോകാൻ തയ്യാറായിരിക്കണം. ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് ഇങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ബാക്കി സമൂഹത്തിന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നും പേടിക്കണ്ട. നമ്മളൊക്കെ തന്നെയാണ് ദൈവങ്ങൾ. പിന്നെ നമ്മളെ തടുക്കാൻ നമ്മളുടെ സമൂഹത്തിനെ അല്ലെങ്കിൽ അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെ തടുക്കാൻ വേറൊരു ദൈവവും മനുഷ്യനിർമ്മിതമായ ദൈവവും ഒന്നും പിന്നെ വേണ്ടി വരുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ, എവിടെയെങ്കിലും അറിഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ, ചില സ്കാൻഡിനേവിയൻ കൺട്രീസിൽ അവിടെ ജയിലില്ല, അവിടെ നിയമമില്ല, അവിടെ ആരാധനാലയങ്ങളില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും കഥ അവിടെ ഇല്ല. എല്ലാവരും ഡീസൻ്റ്ലി ബിഹേവ്ഡ് ആൾക്കാരാണ്. അപ്പം
ആ ഒരു ടുവേഡ്സ് ദാറ്റ് എൻഡ് വേണം ഓരോ വ്യക്തിയും ഉറക്കം ഉണർന്നു വരുന്നിടം തൊട്ട് തിരിച്ച് കിടക്കയിൽ പോകുന്നിടം വരെ ശ്രമിക്കാൻ നോക്കാൻ. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എന്ത് സുന്ദരമായ കേരളമാണ്, എന്ത് സുന്ദരമായ തിരുവനന്തപുരമാണ് എന്ന് തൊട്ട് നമ്മളുടെ 14 ജില്ലകളും കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയും ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റും നമുക്ക്. അപ്പം ഈ തരത്തിലുള്ള എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. സമൂഹത്തിൽ പലരും മുദ്ര കുത്തുന്ന ഒരു അവസ്ഥയുണ്ട്, മുദ്ര കുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഓ, അവൻ മണ്ടനാണ്. എന്താണ് ഈ മണ്ടൻ? അവള് പഠിക്കാൻ മിടുക്കിയല്ല, അവള് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കെട്ടിച്ചു വിടണം. ഇങ്ങനെയുള്ള കഴിഞ്ഞ തലമുറയിലെ, ഈ തലമുറയിൽ അത്രയും ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ തലമുറയിലെ ഈ വിധത്തിലുള്ള പ്രയോഗശേഷിയുടെയും അതിൻ്റെ ഭവിഷ്യത്തുകളും അനുഭവിച്ച ഒരു ജനത ആയതുകൊണ്ടാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് വളർന്നു വന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഒരു കൈ സഹായം നൽകുവാനുള്ള ഒരു പിടി എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ റിസർവേഷനിൽ കൂടിയായാലും ബാക്കി ഓരോ സംഭവങ്ങളിൽ കൂടിയായാലും ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് തത്തുല്യ നിൽക്കുന്ന സ്ഥാപനങ്ങൾ ചെയ്തെടുക്കേണ്ടി വന്നത്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് മണ്ടരെന്ന് ആരും വിളിക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരാൾ പിന്നെ എഴുത്തിൽ കൂടിയാണെങ്കിൽ മറ്റൊരാൾ വായനയിൽ കൂടിയായിരിക്കും. ഒരാൾ പെയിന്റിങ്ങിലാണെങ്കിൽ മറ്റൊരാൾ പിന്നെ പ്രതിമകൾ ഉണ്ടാക്കുന്നതിൽ കൂടിയായിരിക്കാം വരുന്നത്. എനിക്ക് എപ്പോഴും ഒരു സംഘടന ഒത്തിരിയും കാർഡും ബാഗും ഡ്രസ്സും ഒക്കെ അയച്ചു തരാറുണ്ട്. അതെന്ന് വെച്ചാൽ മൗത്ത് ആൻഡ് ഫുട്ട് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അവിടെ ഈ കൈയില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ കാലില്ലാത്ത കുട്ടികൾ ഒക്കെ വരയ്ക്കുന്ന നല്ല ഫൈൻ പിക്ചേഴ്സാണ് വരുന്നത്. അവർ ചിലപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പിന്നെ വലത് കൈ കൊണ്ട് എഴുതുന്നവരുടെ അത്രയും ഇടത് കൈ കൊണ്ട് സ്പീഡില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം എനിക്ക് സ്പീഡുണ്ട്. അത് ട്രെയിൻ ചെയ്തെടുക്കുന്നതാണെന്നിരിക്കും. പക്ഷെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴും ചില സർക്കംസ്റ്റാൻസസിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരവസ്ഥയിൽ അവർ പഠിച്ചേ ഒരു സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടിയെങ്കിലേ അവർ സമൂഹത്തിൽ വളരത്തോളന്നില്ല. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളാണ് മൗത്ത് ആൻഡ് ഫുട്ട് ഓർഗനൈസേഷൻ. അവരുടെയൊക്കെ പെയിന്റിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നിന്നു പോകും, നമുക്കിത് തലയിൽ വന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകും. അത്ര രീതിക്ക് നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഇത്രയും പ്രൊവിഷൻസ് കിടന്നിട്ടും ഇതൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ ചെയ്തു തരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും 9 വർഷമായി ഇനിയും ഫർദർ വേയിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ ഇനിയും പല ഇൻസ്ട്രുമെന്റ്സും കണ്ടുപിടിക്കാനുണ്ട്. പല സിറ്റുവേഷൻസും അവരുടെ എയ്ഡിനായിട്ട് കൊണ്ടുവരാനിരിക്കുന്നു. എഐയും ചാറ്റ് ജിപിടിയും ഒക്കെ വന്നിട്ടും ചില മേഖലകളിൽ നമ്മളുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിലുള്ള ബാക്കിയുള്ളവരെ ഇതുമായിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് കിട്ടാനുള്ള ഒരു പിന്നെ വേദി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കഥയാണ്. അതിനു വേണ്ടി നമ്മൾ യജ്ഞിക്കുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ഇതൊക്കെ തന്നെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഏത് സൊസൈറ്റിയിലും ഏത് സ്ഥലത്തും ഏത് സംഭവവികാസങ്ങളിലും ഓർഡിനറി സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്കും കടന്നു ചെല്ലാം, അവർക്ക് ചെയ്യാനുള്ളത് ചെയ്യാം, അതിന് മറ്റൊരവസ്ഥയുടെ കഥയില്ല എന്ന് ഒരിക്കലും അതൊരു ബരിയർ അല്ല എന്ന് പറഞ്ഞു ഓതിത്തരുന്ന ദൈവതുല്യമായ ഒരു പീസ് ഓഫ് ലെജിസ്ലേഷൻ ആണ്, ഒരു നിയമ സംഹിതയാണ് റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016. ഇത്രയും അവസ്ഥകൾ സാമൂഹ്യ സുരക്ഷ ആയിട്ടുള്ള ഒരു നിയമം കേരളത്തിലല്ല ഇന്ത്യ മൊത്തവുമാണ് അരുളുമ്പോഴും ചില കുട്ടികൾക്ക് ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ പൗരൻ, നമ്മളുടെ ഓരോരുത്തർക്കും വരുന്ന തെറ്റാണത്, നമ്മളുടെ ഓരോരുത്തരുടെയും തെറ്റാണത്.
അപ്പൊ അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് ഓരോ കുട്ടികളെയും സമൂഹത്തിന്റെ മുന്നിലോട്ട് കൊണ്ടുവന്ന് ചെയ്തെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം തന്നെ ഒരു സബ്ജക്റ്റ് ആക്കി എടുത്ത് സംസാരിച്ചത്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്യാം. എങ്ങനെയിരുന്നു ക്ലാസ്? മനസ്സിലാകുന്ന രീതിക്കായിരുന്നോ? എനിക്ക് ഫീഡ്ബാക്ക് കിട്ടേണ്ടതുണ്ട്. ഹലോ മാം, കേൾക്കാമോ? കേൾക്കാം. ഞാന് ഒരു ഓട്ടിസ്റ്റിക് കുഞ്ഞിന്റെ അമ്മയാണ്. 4ാം ക്ലാസ്സിലാവും പഠിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത്. കോട്ടയത്താണ് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തിരിക്കുന്നത്. അപ്പം പഠിക്കാനൊക്കെ മിടുക്കനാണ് ആക്ച്വലി. പറയുന്ന പോലെ പല ഫോളോ ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പം ഈ പേരൻസിന്റെ ഭാഗത്തും ടീച്ചേഴ്സിന്റെ ഭാഗത്തും ഭയങ്കര പ്രഷറാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഷാഡോ ടീച്ചറിനെ വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഗവൺമെന്റ് ടീച്ചേഴ്സ് ആയിട്ട് പോലും അവർക്ക് ഇവന് ബിഹേവിയർ പ്രോബ്ലം ഇടയ്ക്ക് വരും. അവൻ ഈ ക്രൗഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ ബഹളമൊക്കെ കേട്ടാൽ പുള്ളി ഇങ്ങനെ സെൻസറി പ്രോബ്ലംസ് ഉള്ളതാണ്. അപ്പൊ ആരെങ്കിലും കുട്ടികളെ ഇവന് ഇതേ കാര്യം തന്നെ ഈ ഗ്രൂപ്പിൽ ചെയ്യിക്കുമ്പോൾ അവന് പ്രശ്നങ്ങൾ വരാറുണ്ട്. ആരെങ്കിലും അടിക്കുവോ അങ്ങനെ എന്തെങ്കിലും വരും. അപ്പൊ ഈ ഷാഡോ ടീച്ചറിനോട് പറഞ്ഞ് പ്രത്യേകമായിട്ട് ഇവനെ മാറ്റി നിർത്തി ഒക്കെയാണ് കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഇൻസിഡന്റ് ഇപ്പൊ ഒരു 4 മാസത്തിനുള്ളിൽ, ഇപ്പൊ 4ാം ക്ലാസ്സിലായതിന്റെ തുടക്കത്തിൽ ഒരു 4 മാസത്തിനുള്ളിൽ 2 വട്ടമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അത് വല്ലാതെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇപ്പൊ PTA മീറ്റിംഗ് ഒക്കെ കൂടി ഞാൻ പിന്നെ AEOയുടെ അടുത്ത് പോയി പെർമിഷൻ ഒക്കെ വാങ്ങിച്ച് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടി വന്നു ഇവൻ ഓക്കെ ആണ്, ഇങ്ങനെ പഠിക്കാൻ മിടുക്കനായ കുട്ടിയാണ്, എനിക്ക് ഇവനെ സ്പെഷ്യൽ സ്കൂളിൽ വിടാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കൃത്യമായ രീതിയിൽ എനിക്കിതിങ്ങനെ കഴിഞ്ഞ 1 മാസം മുന്നേ ഒക്കെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അപ്പൊ ഇപ്പോഴും ഇവർ ഈ മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ ഇവനെ എവിടെന്നെങ്കിലും എക്സ്പെൽ ചെയ്യുന്നുള്ള ആ ഒരു പർപ്പസിൽ പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതെന്റെ ആ ഒരു പ്രഷർ അതിന് അമ്മ ചെയ്യേണ്ട ഒരു കഥ എന്ന് പറയുന്നത്, പിന്നെ HM പോയി കണ്ട് അതെല്ലാം ചെയ്തു. ഓരോ ടീച്ചേഴ്സിനെയും അവരെല്ലാം ഒരേപോലെ തന്നെ എന്നോട് സംസാരിക്കുകയാണ്. PTA പേരൻസ് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവരൊട്ടും എന്നോട് സപ്പോർട്ടീവ് ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിയമങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയി ചേർത്തത്. അപ്പൊ ഗവൺമെന്റിന് ഇങ്ങനെ റൈറ്റ്സ് ഉണ്ട്, ഞാൻ ഡോക്ടറും കൂടെയാണ്. അപ്പോ ഇങ്ങനെ റൈറ്റ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഇത് മസ്റ്റ് ആയിട്ട് ഇവനെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ 2 പേരും കൂടി ഇവനെ സിസ്റ്റത്തിലേക്ക് തന്നെ വരുത്തിയത്. BRCയിലായിരുന്നു കഴിഞ്ഞ വർഷം ഒരു 6 മാസം വിട്ടിരുന്നത്. അതും ഈ പ്രഷർ കാരണം മറ്റു കുട്ടികളുമായിട്ട് അവന് ഗ്രൂപ്പിൽ വരുമ്പോൾ. മാമിന് എന്ത് തോന്നുന്നു, ഈ ഡോക്ടേഴ്സ് ഇതിനെ കാണിക്കുന്ന, ഇപ്പൊ കുഞ്ഞിനെ കാണിക്കുന്ന ഡോക്ടേഴ്സ് ഇവന്റെ ഈ ഒരു ഇത് വരുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? തെറാപ്പിയിലാണ് ഇപ്പം, ബിഹേവിയർ തെറാപ്പി എടുത്തുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ പേരന്റ് മീഡിയേറ്റഡ് തെറാപ്പിയിലാണ്. കോഴിക്കോട് ഞങ്ങൾ ഇതുപോലെ തന്നെ പോയി എല്ലാം കൃത്യമായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഷാഡോ ടീച്ചർ വിത്താണ്, അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ കുട്ടിയുടെ കൂടെ ഷാഡോ ടീച്ചർ ഉണ്ട്. 10 മണിക്ക് അവര് 3:30 വരെ. ഇപ്പം തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ഇവിടെ ക്ലിനിക്ക് നടത്തുന്നത്. അപ്പൊ ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ടും ഇത് ശരിക്കും കുറെ പർപ്പസ് ഫുള്ളി, അതായത് ഇപ്പോഴാണ് അവനെ ഇങ്ങോട്ട് മാറ്റിയത്. 4ാം ക്ലാസ്സിലാണ് ഇങ്ങനെ ഒരു പുതിയ സ്കൂളിലോട്ട്, ഗവൺമെന്റ് സ്കൂളിലേക്ക് തന്നെ മാറ്റിയത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രഷർ എനിക്ക് ഫീൽ ചെയ്യാണ്. എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാനാണ് എനിക്ക് ബുദ്ധിമുട്ട്. പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ അമ്മയെ ആദ്യം ഓർക്കണം. അമ്മ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ ആണോ അമ്മയുടെ ഇന്റൻഷൻ, അതോ കുഞ്ഞിന് കൂടുതൽ നല്ലത് ക്ലാസ്സും കൂടി ഉള്ളൂ ഈ ക്ലാസ്? ഈ സ്കൂളിൽ ഇപ്പം ഈ 4ാം ക്ലാസ് വരെ ഉള്ളൂ, LP സ്കൂളാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് ഇപ്പൊ ഈ സമൂഹത്തിന്റെ ആ ഒരു ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് എല്ലാം ഇപ്പൊ ഓണപരീക്ഷയ്ക്ക് എല്ലാത്തിനും അവന് A ഗ്രേഡ് ഉണ്ടായിരുന്നു. എഴുതിയ സബ്ജക്ട് 4 എണ്ണത്തിനും A ഗ്രേഡ് ഉണ്ട്. മറ്റ് പല കാര്യങ്ങളും പുള്ളി ഹൈലി ഏബിൾഡ് ആണ് ഈ ഒരു പ്രായത്തിനേക്കാളും. പക്ഷെ പല ചെറിയ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കോർഡിനേഷൻ പ്രശ്നമുണ്ട്, ബാലൻസിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് മാത്രം അവന് തെറാപ്പി ബേസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വേണം അവിടെ പെരുമാറാനായിട്ട്. അതാ ഇവിടുത്തെ വ്യത്യാസം. കുട്ടികളാണെങ്കിലും എല്ലാം ഒരു അലേർട്ടായിട്ട് നിൽക്കണം ഇവന്റെ ചുറ്റിലും. ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിലുള്ള ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കുഞ്ഞ് സ്പെഷ്യലി ഏബിൾഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ എത്രത്തോളം കഴിഞ്ഞു എന്ന് അറിയാൻ വരത്തില്ല. പക്ഷെ അതിന്റെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സും ഷാഡോ ടീച്ചറും ആണ് ഈ കുട്ടിക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കേണ്ടത്. അതെ അതെ, അത് തന്നെ. അപ്പം നമ്മൾ ഒരുപാട് പേരന്റ് ടീച്ചേഴ്സിലെ ഒരു കാര്യം ചെയ്താൽ മതി ഡോക്ടർ. പിന്നെ പേരന്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനകത്ത് 2-3 എണ്ണത്തിനകത്ത് പോയിട്ട് കാര്യം അവതരിപ്പിക്കുക.
ഇങ്ങനെയുള്ള അല്ല, ഇത് എന്നോട് PTA പ്രസിഡന്റ് തന്നെ AEO ആയിട്ട് ഞാൻ ഇതുപോലെ ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞു, AEO ഡയറക്റ്റ് ആയിട്ട് സ്കൂളിൽ വന്നിട്ട് പുള്ളി ടെസ്റ്റ് ചെയ്തു കുട്ടിയെ, ഇവൻ എഴുതാൻ അറിയാമോ, കാര്യങ്ങളെല്ലാം ബോർഡിൽ 2 ആഴ്ച മുന്നേ. അതെല്ലാം പുള്ളിക്കും ബോധ്യപ്പെട്ടു കാര്യങ്ങളാണ്. പക്ഷെ ഇവർ പറയുന്ന ഒരു പോയിന്റ് പേരൻസിന് മനസ്സിലാകുന്നില്ല. ഞങ്ങളൊരു വില്ലേജ് ഏരിയ ആണ്, സാധാരണ ആളുകളായതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കുട്ടിയെ മാറ്റി എന്ന് പറയുവാണ്. അപ്പൊ അതിനിപ്പോ ഒരു മാർച്ച് മാസം വരെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് അത് പേടിയുണ്ട്, ഡോക്ടറിന് അത് പേടിയുണ്ടെങ്കിൽ HMനോ അല്ലെങ്കിൽ AEOക്കോ ഒരു ലെറ്റർ കൊടുത്തിട്ടേക്കണം. ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം പ്രോപ്പർ ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം. പക്ഷെ എന്റെ ഈ പ്രഷർ കാരണമാണ്. അതായത് ഓരോ ദിവസം ഈ സ്കൂളിൽ നിന്ന് വരുമ്പോ ഷാഡോ ടീച്ചറിനോട് ഇവർ പറഞ്ഞു വിടും, ഈ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇവരൊക്കെ ആരൊക്കെയോ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പ്രഷർ ഉണ്ട്, ഞങ്ങൾക്ക് പ്രഷർ ഉണ്ട്. ടീച്ചറാണ് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റർ വിത്ത് ക്ലാസ് ടീച്ചർ തന്നെയാണ് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് സ്കൂൾ തന്നെയല്ലേ? അതെ, പ്യുവർ ഗവൺമെന്റ് സ്കൂളാണ്. പ്യുവർ ഗവൺമെന്റ് സ്കൂൾ ആകുമ്പോ അവര് സർക്കാരിന്റെ കാശ് കൈവയ്ക്കുന്നിടത്തോളം കാലം പിന്നെ അവരിത് പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതെ അതെ. അഭിപ്രായം പറഞ്ഞ പ്രിൻസിപ്പാളായിട്ട് നിന്നാണ്. അതിനുശേഷം ഞാൻ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകനല്ല, പക്ഷെ സ്പെഷ്യൽ സ്കൂളിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം റിട്ടയർ ആയതിനു ശേഷം ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ, നോർമൽ പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഒരു ഡോക്ടർ, അവർ 2 വൈഫും ഹസ്ബൻഡും ഡോക്ടറാണ്. അവര് ഒരു കുട്ടിയെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസിലെ റിസോഴ്സ് പേഴ്സൺ ആണ്, MG യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ. അപ്പൊ ഞാൻ CRE പ്രോഗ്രാമിന് ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്കപ്പോ ഇതിനെ കുറിച്ചറിയാം. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് 2 പേരും കൂടെ സംസാരിച്ച്, സാറേ ഇതുപോലെയാണ്, ഓട്ടിസ്റ്റിക് ആണ്, അപ്പൊ ഇത് ചെയ്തതുപോലെ. അപ്പൊ ഞാൻ ഉടനെ തന്നെ വിളിച്ച് അവരെ പറഞ്ഞു, അഡ്മിറ്റ് ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. എല്ലാ ടീച്ചേഴ്സിനെയും ഒക്കെ ഞാൻ വിളിച്ചു വരുത്തി. അപ്പം ഞാൻ പറഞ്ഞു, അവൻ ഇത്തിരി ഇറങ്ങി ഓടുകയോ എല്ലാം ചെയ്താൽ അങ്ങ് വിട്ടേക്കണം, അതിനെ കയറി പിടിക്കാനും അതിന് പോണ്ട എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു. പക്ഷേ ഇവൻ ചില സമയം പോയി വേറെ കുട്ടികളെ ഉപദ്രവിക്കും. അങ്ങനെ വേറെ കുട്ടികളെ ഉപദ്രവിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് പേരൻസ് വന്ന് പറഞ്ഞു, സാറേ ഇതുപോലെയാണ്, കുട്ടി ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോകും, ഇവിടെ അല്ല, എനിക്ക് ഇത് 2 പേരും പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെങ്കിൽ ഈ കുട്ടികൾക്ക് വരുന്ന ആ ഒരു നേച്ചർ കണ്ടുപിടിച്ച് പെരുമാറാനുള്ള ടീച്ചേഴ്സ് അപ്പോഴേ അപ്പം ഞാനിതിന്റെ വക്താവായത് കൊണ്ട് എൻ്റെ അടുത്ത് ടീച്ചർമാർക്കൊന്നും ഞാൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, സാറേ കേൾക്കുന്നില്ലല്ലോ സാർ. കുട്ടി അങ്ങനെ ഞാൻ പിന്നെ സാറിന്റെ ഉത്തരവാദിത്തം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി എനിക്ക് വന്നിട്ട് ഈ പയ്യൻ ഇത്തിരി കൂടെ വയലന്റ് ആയി, ഇത്തിരി കൂടെ ഒരു 2-3 മാസമായപ്പോൾ കുറച്ചുകൂടെ വളർന്നു. അപ്പൊ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ബാക്കിയുള്ള പിള്ളേർ പോയാ, സ്കൂളിലെ പിള്ളേർ കുട്ടികളെ മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ അവരെ കാണുന്ന ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയണം. അവര് കൃത്യമായിട്ട് മരുന്നൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കൊടുക്കും. കാരണം പിന്നെ അവിടെ ഒരു ജോലി, അവിടുത്തെ ഒരു ടീച്ചറിനും ഇതുപോലെ ഒരു ചെറിയ പ്രശ്നമുള്ള കുട്ടിയുണ്ട്. അതുകൊണ്ട് വളരെ കാര്യമായിട്ടാണ് നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷെ സ്കൂളിന്റെ എക്സിസ്റ്റൻസിന് പ്രശ്നമായപ്പം ഞാൻ പറഞ്ഞു, ഇത് എന്ത് ചെയ്യാനാ ഡോക്ടറെ, ഇങ്ങനെ എനിക്കിപ്പോ ഒന്നും ചെയ്യാനൊക്കത്തില്ല, പിന്നെ അവര് കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ചെയ്യാനൊക്കെ എന്നൊക്കെ. അപ്പൊ അവര് പറഞ്ഞു, ഞാനൊരു ടീച്ചറിനെ ഇതിനു വേണ്ടി വിടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വേറൊരാൾക്ക് അവര് 3,000 4,000 അങ്ങാണ്ട് കൊടുത്ത് അവര് വെച്ചു, ആ കുട്ടിക്ക് വേണ്ടി മാത്രം. അങ്ങനെ അവര് കൂടെ ഇരിക്കുമായിരുന്നു. ഷാഡോ ടീച്ചർ, യെസ്, അത് തന്നെ. നമ്മൾ അത്ര നല്ല പേയ്മെന്റ് ആയി ഇപ്പൊ കൊടുക്കുന്നത്, പെർ ഡേ ഹൈ പേയ്മെന്റ്. അല്ല, അത് ഇപ്പൊ ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ ഒരു ഷാഡോ ടീച്ചർ ഓക്കെയാണ്. ഒന്നിൽ കൂടുതൽ ഗവൺമെന്റ് സ്കൂളിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാണും ചിലപ്പോൾ, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് ഇത് ചെയ്തേ പറ്റൂ. പിന്നെ കൂടുതൽ ഇതുണ്ടെങ്കിൽ
പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ ഇരുന്നാല് അവരെ സ്പെഷ്യലായിട്ട് ഒരു റൂമിൽ കൊണ്ടുവച്ചിട്ട് പഠിപ്പിച്ചാൽ മാത്രമേ വേറെ അതിന് സാർ അത് പറയുമ്പോഴ് നമ്മളുടെ കുട്ടിക്ക് ഇതേപോലെ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്ന് കണ്ടെത്തുന്ന ഡോക്ടേഴ്സ് അത് അഡ്വൈസ് ചെയ്യുമല്ലോ. അതെ, നമ്മൾ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഒരു 6 മാസത്തോളം BRC എന്ന് പറഞ്ഞ സ്പെഷ്യൽ നമ്മുടെ പ്രോജക്റ്റ് ആണല്ലോ ഗവൺമെന്റ്, അതന്നെ അവിടെ തന്നെ സ്പെഷ്യൽ കുട്ടികളുടെ ഇടയ്ക്ക് ഇരുത്തിയാ ഇവനെ ഫുൾ ഇയർ നമ്മൾ ഫിനിഷ് ആക്കിയത്. അപ്പൊ അവന്റെ അഗ്രസീവ് ആയിട്ടുള്ള എല്ലാ ബിഹേവിയറും എല്ലാം മാനേജ് ചെയ്തു. പക്ഷെ ഈ ക്രൗഡ് പോലെയുള്ളിടത്തും അങ്ങനെയുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഇവന്റ് നടക്കുമ്പോൾ നോർമൽ ക്ലാസ് റൂമിൽ അവന് പ്രശ്നമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഇതും കുട്ടികളെ അടിക്കുക അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്, മറ്റ് ടീച്ചേഴ്സ് ഒക്കെ അടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ആ സിറ്റുവേഷനിലൊക്കെയാണ് ഇവൻ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുന്നത്. അത് എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ. അപ്പൊ ഇപ്പൊ ഷാഡോ ടീച്ചർ അത് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് ഇപ്പൊ മൂവ് ചെയ്ത് കൊണ്ടുവരുവാണ്, ഇങ്ങോട്ട് കൊണ്ടുവരും. അതല്ലെങ്കിൽ ഇതുപോലെ മാറ്റി നിർത്തും. കുറച്ച് നല്ല രീതിയിൽ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പം വേറെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈ പേരൻസിന്റെ ആ ഒരു ബിലീഫ് സിസ്റ്റം ഇപ്പോഴും മാറിയിട്ടില്ല. അവര് മാറാൻ പാടാണ് ഡോക്ടർ, അത് മനസ്സിലാക്കണം. ഈ ഒരു ചിന്താഗതി മാറാൻ വളരെ പാടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ക്ലാസ്സും ബാക്കിയും ഒക്കെ എടുക്കുന്നത്. വേറെ കുട്ടികൾ വെച്ചില്ലെങ്കില് ഹെഡ് മാസ്റ്ററും പിന്നെ ടീച്ചർമാരും സഹകരിച്ച് കൊണ്ടുപോകാൻ പറ്റും. വേറെ കുട്ടികളെ അത് നമുക്ക് ഉറപ്പില്ല. ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് എടുക്കാവുന്നതാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു തരും, തീർച്ചയായിട്ടും പറഞ്ഞു തരും. അതിപ്പം നമ്മൾ മാനേജ് ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടാണ്. ഇപ്പൊ 1 മാസമായിട്ട് ഇവിടെ ഒരു ഇവന്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 3 മാസം മുമ്പ് സ്റ്റാർട്ടിങ് ഷാഡോ ടീച്ചർ ഇല്ലാത്ത സമയത്ത് ഒരു ഇൻസിഡന്റ് ആണ് ഉണ്ടായത്, ജൂൺ ഫസ്റ്റ് വീക്കില്. ഇപ്പൊ ഇത് സെപ്റ്റംബർ വരെയുള്ള സമയത്തില് നമുക്ക് ഇതിങ്ങനെ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റിൽ പരീക്ഷ വന്നു, സെപ്റ്റംബറിൽ ഓണപരീക്ഷ ഫുള്ളും അവനെ കൊണ്ട് മറ്റു കുട്ടികളുടെ കൂടെ തന്നെ എഴുതി ആ ടൈം കീപ്പ് ചെയ്ത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യിച്ചു. ക്ലാസ്സിൽ എല്ലാ ദിവസവും പോകുന്നുണ്ട്. പക്ഷെ ആ പേരൻസിന്റെ പ്രഷർ അല്ലെങ്കിൽ അന്ന് അത് ഉണ്ടായത് ഇതിനകത്ത് മാത്രം അല്ല, പല പല സിറ്റുവേഷൻസിലും പല പല സംഗതികളിലും നമ്മുടെ സമൂഹത്തിന്റെ ചിന്താഗതി മാറ്റാൻ വളരെ പാടല്ലേ. അതിനകത്ത് പോകുന്നതാണ്. ഞാനും ഒരു ADHD കുട്ടികളുടെ പാരന്റ് ആണ്. ഞാനും എത്രയോ സ്കൂളിൽ പോയി ഇറങ്ങാറുണ്ട്. 10ൽ 9 ബാഡ് റെസ്പോൺസ് ആണ്. പക്ഷെ ചില ടീച്ചേഴ്സ് ഞാനിപ്പോ ശരിക്കും കാസർഗോഡ് ജില്ലയാണ്. ഇപ്പൊ ഞാൻ കോഴിക്കോടാണ് ഉള്ളത്. ഓരോ തെറാപ്പിയില് ഇന്റൻസീവ് തെറാപ്പി കൊടുക്കുന്ന സ്കൂളുണ്ട് ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ മോണ്ടിസറി ആയിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പൽ മാമിന്റെ ഒരു എന്താ പറയാ ധൈര്യമാണ് ഞാൻ മോനെ ചേർത്തത്. 2-3 വർഷം അവിടെ കുട്ടികളായിട്ട് കളിച്ചതും പഠിച്ചതും അംഗൻവാടി പോയതും. അപ്പം ടീച്ചേഴ്സിന്റെ ഇടയിലും പാരന്റ്സിന്റെ ഇടയിലും ഫാമിലിയിലൊക്കെ ഉണ്ടാവും ഇവർ ആക്സെപ്റ്റ് ചെയ്യാത്തതാണ്. പക്ഷെ നമ്മളെ മക്കൾ എടുക്കുന്നിടത്ത് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. എസ്പെഷ്യലി ഇപ്പം ഡോക്ടർ മാമിന്റെ മോൻ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്താ പറയാ, നമ്മളെ കുട്ടികളെ സ്വീകരിക്കുന്നിടത്ത് കൊണ്ടിടലില്ല. ഞാൻ ഫോഴ്സ് ചെയ്താൽ അവര് എന്താ പറയാ, നമുക്ക് എപ്പോഴും ഒരു പ്രഷറാണ്, ഉറങ്ങാനും പറ്റില്ല, ഇരിക്കാനും. പിന്നെ അതെല്ലാവർക്കും ഉണ്ട്. അത് മറ്റൊരു രീതിയിൽ അമ്മമാര് കാണണ്ട. കാരണം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുള്ള പേരൻസ് നന്നായിട്ട് വറീഡാണ്. അതുപോലെ തന്നെ മറ്റേ പാരന്റ്സിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എനിക്ക് മൂത്ത കുട്ടി നല്ല കുട്ടിയാ, ആ മൂത്ത കുട്ടിക്ക് ഒരു സ്പെഷ്യൽ കുട്ടീന്റെ അടി കിട്ടിയാൽ ഞാൻ കൺസേൺ ആവും. കാരണം 2 ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കുട്ടിയാണ് എന്നുള്ള പ്രയോഗം പോലും ഒരു അമ്മ പറയാൻ പാടില്ല. അത് പറയാതിരിക്കാൻ സാധാരണ കുട്ടിയാണെന്നേ പറയാൻ പാടുള്ളൂ. അവിടെയാണ് സൊസൈറ്റിയുടെ ഇപ്പൊ അമ്മ തന്നെ അറിയാതെ പറഞ്ഞു പോയതാണ്, അതാണ് വിത്തൗട്ട് എനി ഇന്റൻഷൻ പറഞ്ഞു പോയതാണ്. അതങ്ങനെ കിട്ടും നമുക്ക് ഒരു അതേ അവസ്ഥയിൽ ഞാൻ പറയുകയാണ്, നമ്മള് ഒരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മയായിട്ട് പോലും ഒരു ഇന്റൻഷനും ഇല്ലാതെ മറ്റേ കുട്ടിയെ കമ്പയർ ചെയ്തപ്പോ ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളെ മാനേജ് ചെയ്യാത്ത സമൂഹം എങ്ങനെ പിന്നെ അവർക്ക് നേരെ പെരുമാറാൻ പറ്റും?
പറ. അതിന് ഞാൻ അതെ, പറയുന്നത് അതേ സെയിം അതുതന്നെയാണ് ഞാനും പറയുന്നത്. സെൻസിറ്റൈസേഷൻ മാത്രമാണ് അതിനകത്തെല്ലാം. ശരിക്കും കുറച്ചധികം ക്ലാസ്സുകളും പിന്നെ ബോധവൽക്കരണവും മാത്രമേ ഇതിനൊക്കെയുള്ള ഒരു പിന്നെ പ്രതിവിധിയായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ സമൂഹം ഏത് രീതിയിലും, അതിപ്പം ഭിന്നശേഷി കുട്ടികളുടെ അവസ്ഥയിൽ മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഡൈവേഴ്സ് സിറ്റുവേഷൻസും പിന്നെ സൊസൈറ്റിയിൽ കാണുന്ന പെണ്ണുങ്ങളുടെ കാണുന്ന ഒരു കണ്ണും എല്ലാം മാറ്റിയെടുക്കാൻ നല്ല പാടാ. ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാം. അത് സമൂഹത്തിന്റെ കുഴപ്പമാണ്. അതിന് വേണ്ടുന്നത് ബോധവൽക്കരണം മാത്രമേ ഉള്ളൂ. ഒരു ഇതുകൊണ്ട് ചോദിക്കട്ടെ. അപ്പൊ ഇതിപ്പോ ഇതിന് നമ്മളെ പ്രഷർ ചെയ്യുവാണെങ്കിൽ ഞാനിപ്പോ ഈ സ്കൂളിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും വേണ്ട വരുമോ നമ്മള്? ഈ വർഷം എന്തായാലും മാറ്റാതിരിക്കാനുള്ള ഒരു അവസ്ഥയാണ് ഞാൻ പിന്നെ സ്പെഷ്യൽ ടീച്ചറിനെ വെച്ചതും മറ്റു സംഗതികളും എന്നുള്ളത് HM-നോട് വളരെ കാര്യമായിട്ട് പോയി പറയണം. ഇപ്പൊ HM-ന്റെ അടുത്ത് നിൽക്കുന്നില്ല, ഇപ്പൊ തൊട്ടടുത്ത് തന്നെ AE ഓഫീസാണ്. AEOയുടെ അടുത്താണ് ഇപ്പൊ പോകുന്നത്. ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങനെ പോയി പറയൂ, അങ്ങനെ പോയി എഴുതി കൊടുത്തു വെക്കൂ. പുള്ളി തന്നെ നേരെ നല്ല രീതിയിൽ ഇടപെട്ട് ഇതുപോലെ ഓരോ കാര്യം മോണിറ്റർ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ 3 മാസത്തേത് ഇപ്പം പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് 3 മാസം കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നും ഇത് അനുസരിച്ച് എല്ലാം കളക്ട് ചെയ്ത് ഇവന്റെ എന്താ പ്രശ്നം അതനുസരിച്ച് കറക്റ്റ് ചെയ്തോണ്ട് ഇപ്പൊ ഒത്തിരി വ്യത്യാസം വന്നു. ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ചേഞ്ച് വന്നു. ഡോക്ടർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് മോണിറ്ററിംഗില്. ഭയങ്കര നമുക്ക് പറയാതെ പറ്റത്തില്ല. സ്പെഷ്യൽ കുട്ടികളുടെ ഇടയ്ക്ക് ഇരുത്തതിനേക്കാളും ഈ കുട്ടികളുടെ ഇടയ്ക്ക് വന്നതുകൊണ്ട് ഇവന്റെ എല്ലാ തരത്തിലും ഒരു ഡെവലപ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇമോഷണൽ ആണെങ്കിലും സോഷ്യൽ സ്കിൽ ആണെങ്കിലും ഒക്കെ. അപ്പൊ അതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ മുന്നോട്ട് പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രഷർ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് എന്താ ചെയ്യേണ്ടത്. പ്രഷർ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മള് വെറുതെ ആയാലും സമയം കിട്ടുമ്പോ AEയോട് എടുക്കലും HM-ന്റെ അടുക്കലും പോയി അത് സംസാരിക്കുക. കാരണം എന്ന് വെച്ചാല് മാമിന്റെ അടുക്കൽ ഞാൻ എന്റെ പേഴ്സണൽ ഇൻസ്റ്റൻസ് പറഞ്ഞു തരികയാണ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ റൈറ്റ് സൈഡ് വീക്ക് ആണെന്ന്. എനിക്ക് നിങ്ങളുടെ അത്രയും ഡ്രില്ല് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഡ്രില്ല് PT അവർ അത്രയും ഞാൻ എഫിഷ്യന്റ് അല്ലായിരുന്നു. ഒരു PT ടീച്ചർ ഇതറിയാതെ ഒരു ദിവസം അവര് പറഞ്ഞത് ഞാൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പം എന്നുവെച്ചാൽ ഇങ്ങനെ പിടിക്കുക, നിങ്ങളുടെ അപ്പോ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇവിടെ ഏണി ഇങ്ങനെ കൈവെക്കുന്നത് 2 കൈയോ ഒരേപോലെ വരത്തില്ല. അപ്പം ആ ടീച്ചർ എന്നോട് ചോദിച്ചു, എന്താടി പെണ്ണെ നിന്റെ കൈ ഒടിഞ്ഞതാണോ എന്ന് ചോദിച്ചു. ഞാൻ 6ലാണ്. എനിക്ക് വിഷമം വന്നു. ഇത്രയും ക്ലാസ്സില് പിന്നെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് ഇവരിത് പറഞ്ഞത്. ഞാൻ ഒട്ടും കളിക്കാതെ അന്ന് അമ്മയോട് പോയി പറഞ്ഞു. അമ്മ ഒരു സ്കൂൾ ടീച്ചറുമാണ്, അച്ഛൻ അഡ്വക്കേറ്റും ആയിരുന്നു. പിറ്റേ ദിവസം അമ്മ ഫ്രീ ടൈം ഉണ്ടാക്കി വന്നു കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ വളർന്നു വരുന്ന കുട്ടിയെ ഡൗൺ ത്രോഡൻ ചെയ്യാനാണെങ്കിൽ അതിനെ PT അവേഴ്സ് കയറ്റണ്ട. HM-നോട് തന്നെ പറഞ്ഞു. അതോടുകൂടി പിന്നെ എൻ്റെ അടുക്ക കൂടുതൽ ടീച്ചേഴ്സ് കളിച്ചിട്ടില്ല. ഇപ്പൊ ഏകദേശം അങ്ങനെ ഒരു ധാരണയിലാണ്. ഇപ്പം അവർക്കൊരു ഇതുണ്ട്. ഇപ്പൊ നമ്മളിത് ഞാൻ എന്റെ ഇൻസ്റ്റൻസല്ലേ പറഞ്ഞു തരാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ഒരു ഇൻസ്റ്റൻസ്. അത് പിന്നെ എനിക്ക് 5th വരെ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് 6th കേരള ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് അച്ഛൻ മാറ്റി. അപ്പൊ മാത്സ് പ്രിൻസിപ്പിൾസും വേർഡ്സും ഒക്കെ എനിക്ക് തലകീഴ് മറിഞ്ഞ്. അപ്പൊ എന്റെ ഒരു മാത്സ് അധ്യാപകൻ എന്റെ മുഖത്തിൽ ചോക്ക് വെച്ച് വരച്ച് അന്നും അമ്മ എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒക്കെ അവള് പഠിക്കുന്നുണ്ട്, നമ്മളും അവളുടെ ബാക്കിൽ തന്നെയാണ്. പക്ഷെ ഈ എല്ലാ ഓർഡിനറി സ്റ്റുഡൻസിന്റെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ സാറിനോട് എനിക്കൊന്നും പറയാനില്ല എന്നുള്ള സെൻസിൽ തന്നെ HM-നെയും സാറിനെയും വിളിച്ച് പറഞ്ഞു. പിന്നെ 8th പഠിക്കുമ്പം ഇംഗ്ലീഷ് സാറ് എൻ്റെ കോപ്പി ശരിയല്ല എന്നുള്ള കോപ്പി ബുക്ക് ഉണ്ടല്ലോ, കോപ്പി ബുക്ക് ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ല എന്ന് തന്നെ ഇത് ചെയ്തു. അപ്പൊ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് അന്ന് ആ വളരുന്ന പ്രായമല്ലേ, ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ടാണോ ദേഷ്യം വന്നിട്ടാണോ ഞാൻ സാറിനോട് ഡയറക്റ്റ് പറഞ്ഞു. സാറിന് അതിന്റെ അനുഭവം വന്നാലേ മനസ്സിലാവും. അങ്ങനെ അന്നും പിറ്റേന്ന് അമ്മ കൂടെ വന്നു സാറിനോട് ക്ഷമ ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെയാണ് ഇവളെ പൊക്കിയെടുക്കേണ്ടത്. ഇവൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇവളെ പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വരും. എന്തെങ്കിലും അറോഗൻസ് കാണിച്ച് ഇനി എഴുതത്തില്ല എന്നായാൽ അവളുടെ ഭാവി തീർന്നു. അതുകൊണ്ട് പ്ലീസ് ബെയർ വിത്ത് അസ് എന്നുള്ള ഒരു പിന്നെ റിക്വസ്റ്റ് ആണ് അമ്മ HM-നോടും
പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സിനോടും വെച്ച്. പക്ഷെ എല്ലാവരും ഓക്കെ ആയിരുന്നു എനിക്ക് എൻ്റെ ടീച്ചേഴ്സൊക്കെ. പക്ഷെ ഇങ്ങനെ ചില സിംഗിൾ ഇൻസ്റ്റൻസസിൽ അങ്ങനെ തന്നെ തിരിച്ച് റെസ്പോണ്ട് ചെയ്തിരുന്നു ഞാൻ. അതാണ് ഞാൻ ഇപ്പൊ മോൻ 4-ലായിട്ടേ ഉള്ളൂ. ഇനി അത് ഓരോ സ്റ്റെപ്പ് ഒരു ആസ് എ മദർ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അമ്മേ. കാരണം എൻ്റെ അമ്മ അങ്ങനെ എന്നെ മനസ്സിലാക്കിയിരുന്നല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് ആ സ്റ്റേജ് ഡെവലപ്മെന്റ് വെച്ചിട്ട് ഏതൊക്കെ എലിമെന്റ്സ് ആണ് ബോഡിയിൽ വർക്കിംഗ് ചെയ്യുന്നതെന്നൊക്കെ അവർക്ക് കണ്ടുപിടിക്കാൻ പുതിയ പുതിയ സംവിധാനങ്ങൾ ഒത്തിരി ഇല്ലേ? അപ്പൊ അതിനനുസരിച്ച് അതെല്ലാം ഓൾറെഡി ഇപ്പൊ സെറ്റായി, ഭയങ്കര നന്നായി. ഒരു സിസ്റ്റത്തിലേക്ക് എത്തി. ആള് നല്ലപോലെ ഓർഡർ തെറ്റിയിട്ടായിരുന്നു. ഒരു 1ാം ക്ലാസ് മുതൽ ഒരു 3ാം ക്ലാസ് വരെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ഇപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഒരു നല്ലൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഇപ്പൊ ഇത് കേട്ടപ്പം കൂടെ കുറച്ചുകൂടി ഒന്ന് ഇതിനു വേണ്ടി മോട്ടിവേഷൻ കൂടി ആയിട്ട് ഞാൻ ചോദിച്ചതാ. ഇങ്ങനെ എന്താണ് നമുക്ക് ഈ പ്രഷർ വന്നാല് മുന്നോട്ട് പോകുന്തോറും as a simple lady you often have a meeting with the AEO and HM and the concerned school class teacher. അതെ അതെ, അത് ഓൾറെഡി കഴിഞ്ഞു. ഇപ്പൊ നല്ല രീതിയിൽ രാവിലെ മുതൽ ഭയങ്കരമായിട്ട് ഇവർ ഡിസ്കസ് ചെയ്ത് പിന്നെ ഓരോന്നും പ്രസിഡന്റ് വരുന്നത് അങ്ങനെ പലരും നമ്മളോട് ഇങ്ങനെ പല കാര്യങ്ങളും ഇതാണെന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഒരു പ്രോപ്പർ ആയിട്ട് കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അമ്മ ശ്രമിക്കൂ, അത്രേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മളുടെ ഡോക്ടേഴ്സുമായിട്ട് എപ്പോഴും ഒരു ഇത് വേണം. കാരണം വളരുന്ന പ്രായം ആവുമ്പോഴത്തേക്ക് എലിമെന്റ്സിന്റെ കുറവും കൂടുതലും ഒക്കെ വന്നിട്ട് ബിഹേവിയറൽ മറ്റ് പ്രോബ്ലംസ് സ്കൂളുകാർക്കുള്ള പേടി എന്താണെന്ന് പറഞ്ഞാല് ഈ കുട്ടി പോയി ഇതിനെക്കാട്ടിലും വലിയ കുട്ടി വല്ലതും ചെയ്യുകയാണെങ്കിൽ അവൻ പിടിച്ച് തള്ളയോ അടിക്കുകയോ ഉരുട്ടിട്ട് കാല് ചവിട്ടി ഓടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സാറിത് പറയുമ്പോഴേ ഞാനിത് വളരെ സങ്കടത്തോടുകൂടി ഞാൻ പറയേണ്ടി വരുന്ന ഒരു വൻ ഇൻസിഡന്റ് ആണ് ഞാൻ പറയുന്നത്. കൊച്ചുകുട്ടികളുടെ കഥയല്ല. ഞാനിവിടെ റെസിഡൻസ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പം ഇവിടെ എൻ്റെ വീട്ടിന് കുറച്ചടുത്തുള്ള ഒരാൾ മെന്റലി ഇല്ലാണ്. അദ്ദേഹത്തിന്റെ പിന്നെ സഹോദരങ്ങളെല്ലാം വെൽ സെറ്റിൽഡ് ആണ്. ഒരു ദിവസം ഈ മെന്റലി ഇല്ലായ ആൾ അയാളുടെ അമ്മയെ ഉപദ്രവിക്കാൻ ചെന്നു. അതൊരു പരാതിയൊക്കെ ആയിട്ട് റെസിഡൻസ് അസോസിയേഷനിൽ വന്നപ്പം ലീഗൽ എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്ക് അവരെന്നെ കൺസൾട്ട് ചെയ്തു. ഞാൻ മെന്റൽ ഹെൽത്ത് ആക്ടിന്റെ പ്രൊവിഷൻസ് എടുത്ത് പറഞ്ഞിട്ട് പിന്നെ കോർപ്പറേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. അവർ വന്ന് തൂക്കി എടുത്തോണ്ട് പോയി മെന്റൽ ഹോസ്പിറ്റലിലിട്ടു. ഒരു 2 ആഴ്ചക്കപ്പുറം എല്ലാവരുടെയും അടി കൊണ്ട് ഇയാൾ ചത്തുപോയി. അതാണ്. അപ്പൊ അവിടെ ഇപ്പൊ എന്റെയും പേടി അതായിരുന്നു. കാരണം അവിടെ വലിയ 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് അതിന് ഈ സ്പെഷ്യൽ ഷാഡോ ടീച്ചേഴ്സിനെ വെച്ചേക്കുന്ന എന്തിനാണ്? എനിക്ക് നിങ്ങളെല്ലാം ഇത് പറയുമ്പോൾ എനിക്ക് ഇനി ഒരു എക്സാമ്പിൾ പറയണം എന്ന് തന്നെയാണ് തോന്നുന്നത്. ഷാഡോ ടീച്ചർ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ, ഒന്ന് വിട്ടിട്ട് ഓട്ടം ഓടും. അല്ല, ഓട്ടം ഓടുന്നതിന് മുമ്പ് അയാളുടെ മാനറിസംസിൽ നിന്ന് നമുക്ക് പിടിക്കാൻ കഴിയണം. അയാളെ വയലന്റ് ആവും എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഈ ജയറാം പഠിക്കൽ എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ, അറിയാമല്ലോ. ഈ ജയറാം പഠിക്കലിന്റെ ഒരു ബ്ലൈൻഡ് മകൻ എന്റെ അടുത്ത ക്ലാസ്സിലെ ലോ കോളേജിൽ പഠിച്ച പയ്യനാണ്. അവൻ ബ്ലൈൻഡ് ആണെന്ന് ഇന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ഹൈ ക്ലാസ് പിന്നെ സ്പെക്സും വെച്ചുകൊണ്ട് ഒരു ഷാഡോ ടീച്ചർ ഒരു ഫ്രണ്ടുമായിട്ടാണ് ലോ കോളേജിൽ വന്നിട്ടുള്ളത്. അവൻ ഹാൻഡിക്യാപ്ഡ് ആണെന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ഹൗ ഹി ക്യാരീസ് ഓൺ, അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് ഇങ്ങനത്തെ വൈകാരിക ബുദ്ധിമുട്ടല്ല, അതുകൊണ്ട് മറ്റൊരു പ്രോബ്ലം പേടി കാണും അവർക്ക്. അതുകൊണ്ട് അത്രമാത്രം കെയർഫുൾ ആയിട്ടുള്ള പിന്നെ കൈകാര്യം ചെയ്യാവുന്നവരല്ലെങ്കിൽ പിന്നെ ആപ്പിലായി പോകും. പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ ആപ്പിലാവും, സാറന്മാരും ആപ്പിലാവും. എല്ലാം തന്നെ സർ. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ ഉച്ചാരണ വിദ്യാഭ്യാസം അല്ല പറയും. അപ്പം ഇതില് പിന്നെ ഞാനിപ്പോ അവിടെ 2ഇടത്തും ഇരുന്നിട്ടുള്ളത് കൊണ്ട് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം എന്തുവാന്ന് പറഞ്ഞാൽ മറ്റൊരു 2 പേരും ഡോക്ടറായിരുന്നു. പറഞ്ഞപ്പോ അവർക്ക് കാര്യം മനസ്സിലായി. അവരെന്റെ അടുത്ത് ആദ്യം എല്ലാ വിവരവും വന്ന് പറഞ്ഞിട്ട്
ഞാൻ ഫുൾ ഹാർട്ടോടെ അതൊരു ഇതായിട്ട് തന്നെ എടുത്താണ് അവിടെ കൊടുത്തത്. പക്ഷെ 3-4 മാസം കഴിഞ്ഞപ്പം ഈ കണ്ടീഷൻ വന്നപ്പോൾ പിന്നെ അവരെ വിളിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ഇതുകൊണ്ട് പ്രശ്നമാണ് പിള്ളേർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് പിള്ളേർ പോയി കളഞ്ഞാൽ തുരുതുരാ പോയി കളയും, പോയപ്പോൾ സ്കൂൾ പോലും പൂട്ടി പോകും. അപ്പൊ അത് കാരണം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. കാരണം പിന്നെ ഈ ഗവൺമെന്റിൽ പിന്നെ എടുക്കാതിരിക്കാൻ ഒക്കത്തില്ല, പിള്ളേർ പോയാൽ ചിലര് പിന്നെ പോട്ടെന്ന് വിചാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഈ അപകടം എന്തെങ്കിലും സംഭവിച്ചാൽ ഉള്ള പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് സംഭവിച്ചാലാണ് കൂടുതൽ പ്രശ്നം, മറ്റേ കുട്ടിക്ക് സംഭവിക്കുന്നതല്ല. രണ്ട് കൂട്ടർക്ക് അങ്ങനെ നമ്മൾ ഇത് ചെയ്യരുത്. ഈ ഒരു ജീവൻ എന്ന് പറയുന്നതും ഒരു ജീവിതം എന്ന് പറയുന്നതും അത് whoever it may be, it is precious. അതിനുള്ള ആ ഒരു പിന്നെ എന്താണ് റെമഡി എടുക്കേണ്ടത് എന്നുള്ളത് ഒന്നെങ്കിൽ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ഈ സ്കൂൾ കൗൺസിലിനെ ഒക്കെ പറഞ്ഞു തരാൻ പറ്റണം. ആ കുട്ടിയെ അത്രയും ബിഹേവ് ചെയ്ത് കാര്യമായിട്ട് വാച്ച് ചെയ്യുമ്പോൾ അതിന്റെ ബിഹേവിയർ മനസ്സിലാകും, തീർച്ചയായിട്ടും മനസ്സിലാവും, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ബിഹേവിയർ കൃത്യമായ രീതിയിൽ തന്നെ ട്രേസ് ചെയ്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിപ്പോ അതിന്റെ ഒരു വ്യത്യാസം കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വ്യത്യാസത്തിലാണ്, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ബിഹേവിയർ മാനേജ്മെന്റ് കൊടുത്ത് സ്കൂളിലൊക്കെ പോയിട്ട് പോകുന്ന സമയത്ത് നല്ല മാറ്റങ്ങളായി കുട്ടികൾക്ക്. സ്കൂളിൽ നിന്ന് ഭയങ്കര മാറ്റം. അതെ അത് തന്നെ, അത് കൊച്ചുകുട്ടികളായതുകൊണ്ടായിരിക്കും ആ ഒരു രീതിയിൽ. പിന്നെ കുട്ടികളെ ഒന്ന് ടീച്ചേഴ്സ് പറഞ്ഞാൽ അവർ നന്നായി കെയർ ചെയ്യും. സാധാ കുട്ടികൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബാക്കി ക്ലാസ്മേറ്റ്സിന് ആറ്റിറ്റ്യൂഡും ഒക്കെ ഒരു പ്രോബ്ലം ആണ്. റെസ്പോണ്ട് കാണുന്നുണ്ട്, നല്ല രീതിയിൽ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. ഭയങ്കര ഇതാണ്, വലിയ ആളുകളെ പോലെ അല്ലല്ലോ കൊച്ചു കുട്ടികൾ വരുമ്പോൾ. പെട്ടെന്ന് അവർക്ക് ഇപ്പൊ കുറച്ചുകൂടെ ബുദ്ധിയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർ പെട്ടെന്ന് അത് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നത് കാണും. അവര് കുട്ടികളെ സഹായിച്ചു കൊടുക്കൂ മനസ്സിലാക്കി. താങ്ക് യു, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ മാം, തിരക്കായതുകൊണ്ടാണ്. അപ്പം ഇനിയും എന്ത് സഹായം വേണമെങ്കിലും എന്റെ നമ്പർ ഇവരുടെ ഏന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ ഞാൻ തരികയോ ചെയ്യാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കൂ, എന്റെ ഇന്റർഫറൻസ് വേണോ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഞാൻ സേവ് ചെയ്ത കറണ്ട് സ്കൂളില് ഞാനൊന്ന് വച്ചുണ്ടാക്കിയിട്ടാണ് കുട്ടി ശരിയായത്. പക്ഷെ ഇപ്പൊ നല്ല സഹകരണമാണ്. ആ ഒരു രീതിയിൽ കൊണ്ടുവരിക. എല്ലാ ഇതിലും എല്ലാ സമൂഹത്തിലെ ആൾക്കാരും ഒരു കൈ സഹായം ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു അവസ്ഥയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം സമയം അധികരിച്ചു എന്ന് തോന്നുന്നു. വിംബിൾ അക്കാഡമിയോട് സോറി, കാരണം ഇത്രയും സമയം നല്ലൊരു മെസ്സേജ് അല്ല മാം പാസ്സാക്കിയതുകൊണ്ട് സമയം കൂടുതൽ നമുക്ക് നല്ല ഇതായിരുന്നു. താങ്ക് യു. ഒരു പ്രാവശ്യം കൂടെ വിംബിൾ അക്കാഡമിക്ക് ഇത്രയും നല്ല ഒരു വേദി എനിക്ക് തന്നതിന് നന്ദി പറയുന്നു. ശരി, അപ്പൊ ഞാൻ ഓഫ് ചെയ്തോട്ടെ. താങ്ക് യു മാം. ഇന്നത്തെ സെഷൻ ഇവിടെ സമാപിക്കുന്നു. സെഷൻ ലീഡ് ചെയ്ത മാമിന് സന്തോഷം അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വെബിനാർസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്ക് യു. ശരി, താങ്ക് യു.